പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇതിൽ കടന്നു വരുന്ന എല്ലാവരെയും കർത്താവെ എത്രയും പെട്ടെന്ന് കൂടിച്ചേരുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലൂയ. ഗ്രൂപ്പിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വരുവാനുള്ളവരെല്ലാം എത്രയും വേഗത്തിൽ വന്നു ചേർന്ന് കർത്താവെ ഒന്നിച്ചൊരു മനസ്സോടെ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, കർത്താവെ വചനം കേൾക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ ഒക്കെയുമുള്ള കൃപയും കരുണയും അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത സുശീല സിസ്റ്റർ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ആദ്യത്തെ ഞായറാഴ്ച കർത്താവെ ഞങ്ങൾ ഒരുവനപ്പെട്ട ഐക്യമത്യത്തോടെ ഈ കർമ്മേൽ ഗ്രൂപ്പിലേക്ക് അടുത്തു വരുന്ന എന്റെ വലിയവനായ ദൈവ കർത്താവെ, കർമ്മേൽ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വൻ കൃപകൾക്കായി സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ, പാടുന്നവരും ഇത് ലീഡ് ചെയ്യുന്നവരെയും എല്ലാം കർത്താവെ, വചനം ശുശ്രൂഷിക്കുന്ന ദാസനെ എല്ലാം എന്റെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ബുദ്ധി ജ്ഞാനമല്ല കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ കർത്താവെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർമ്മേൽ ഗ്രൂപ്പിനെ പൂർണ്ണമായി പ്രിയന്റെ പൊന്നുപാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അഡ്മിനായിരിക്കുന്ന ഗ്രേസ് സിസ്റ്റർ ഞങ്ങൾ അപ്പായുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന പ്രിയ മകളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ ഇത്രയും വർഷക്കാലം ഒരു ദിനം പോലും മുടക്കം വരുത്താതെ ഉത്തരവാദിത്വ ഭേദത്തോടുകൂടി കർത്താവ് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന അധികാരത്തോടെ, അഭിഷേകത്തോടെ, ബലത്തോടെ, ശക്തിയോടെ ചെയ്തെടുക്കുവാൻ എൻ്റെ സ്വർഗത്തിന്റെ കരം പ്രിയ മകൾക്ക് താങ്ങായി, തണലായി, ആശ്വാസമായി, വിടുതലായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. അപ്പൊ ഈ കർമ്മ ഗ്രൂപ്പിൽ നീറുന്ന വിഷയങ്ങളുമായി ഓടിയെത്തുന്ന ഓരോ മക്കൾക്ക് ഇത് വലിയൊരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരണമേ. അപ്പാ ഞങ്ങളുടെ പ്രാർത്ഥനകളൊന്നും വെറും ഒരു ജൽപ്പനമായി പോകുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവെ, കർമ്മയിൽ ഇറങ്ങി ആ തീ കർത്താവെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇറങ്ങി ഓരോ മക്കള് ഇന്നയോളം അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക സന്തോഷം, സമാധാനം കർത്താവെ 2026 ഓരോ മക്കളുടെ ഉള്ളങ്ങളിലേക്ക് നിറയ്ക്കണമെന്ന് ഞങ്ങൾ അപ്പായോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. ഇന്ന് പാടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ നാവിനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടിയുന്ന മനുഷ്യ സിസ്റ്ററെ അപ്പായുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. എൻ്റെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിച്ച സിസ്റ്ററെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമുക്ക് ഗാന ശുശ്രൂഷയ്ക്കുള്ള ടൈമാണ്. ഇപ്പൊ ഒനിക്സിനെ ക്ഷണിക്കുന്നു ഗാന ശുശ്രൂഷയ്ക്ക്. റാണി ആന്റിയാ. ഓക്കെ, റാണി ആന്റി, റാണി ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഒരു ദിവസം കൂടെ കർത്താവ് എനിക്ക് ഈ കൂട്ടത്തിൽ കർത്താവിനെ പാടി സ്തുതിക്കാനുള്ള അനുഗ്രഹം കിട്ടിയതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരങ്ങൾ എന്റെ കർത്താവിനെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മളെല്ലാരും പുതിയ വർഷത്തിലേക്ക് കയറിയിരിക്കുക. കർത്താവ് നമ്മളെ ഓരോ ദിവസവും വലിയ വിക്ടറി നൽകി ബലപ്പെടുത്തി നമ്മൾ കർത്താവിന്റെ ഉല്ലാസ കോശത്തോടെ, ജയഘോഷത്തോടു കൂടി ജീവിക്കാൻ തക്കവണ്ണമായിട്ടുള്ള ഗ്രേറ്റ് വിക്ടറി തന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കൂടുതൽ കൂടുതൽ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. യേശു മഹോന്നതന്, മഹോന്നതന് വേഗം കാണാം, മൽപ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതന്, മഹോന്നതന് വേഗം കാണാം, മൽപ്രേമ കാന്തനെ കാണാം. സുന്ദരരൂപണഞ്ഞ ഈ മേഘമതിൽ വേഗം കാണാം, മൽപ്രേമ കാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി
തേടിക്കൊണ്ടു മരിച്ചവരന്നു മശിഹായോട് വാഴുമ നാട്ടിൽ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിക്കൊണ്ടു മരിച്ചവരന്ന് മശിഹായോട് വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കും. കണ്ണീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ട് വസിക്കും അവനുടെ നാട്ടിൽ, എനിക്കായൊരുക്കിയ വീട്ടിൽ. കണ്ണീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ട് വസിക്കും അവനുടെ നാട്ടിൽ, എനിക്കായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, പ്രേമ കാന്തനെ കാണാം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, മഹത്വം. ഗ്ലോറി ടു ജീസസ്. കർത്താവെ നമുക്ക് വീണ്ടും പാടി സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ, കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ, കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ, കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യ നിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ശക്തരാം രാജാക്കളാം
സിയോനു മോഹം വന്ന ശങ്ക വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നീ നായകൻ താ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ ദിനം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ തിരു രക്തം സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. മഹത്വം മഹത്വം കർത്താവേ. ഞങ്ങളെ എന്നും ജയഘോഷത്തോടെ നടത്തുന്നതിനായിട്ട്, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി നടത്തുന്നതിനായി സ്തോത്രം. കൂടുതൽ കൂടുതൽ കർത്താവിനെ സ്തുതിക്കാൻ ഉള്ള സമയം കണ്ടെത്തി കർത്താവിനെ നമുക്ക് എപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഉള്ള അനുഗ്രഹം തന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, ക്ഷമിക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ. ഹല്ലേലൂയ, സ്തോത്രം. പാപമെല്ലാം നമ്മളെ ക്ഷമിച്ച് നമ്മളുടെ പുതിയ ജീവൻ പകരുന്ന കർത്താവിന് നമുക്ക് എപ്പോഴും സ്തോത്രം ചെയ്യാം, സ്തുതിച്ചുകൊണ്ടിരിക്കാം. അവൻ വീരനായ യേശു, യേശു യേശു, അവനാരിലും വലിയവൻ. യേശു യേശു, അവനാരിലും മതിയായവൻ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ച നമുക്കൊരു കേടുമവനധികം. കൃപയാരുളിടുമേ ബലമണിക്കുമേ, മാറാമധുരമായി മാറ്റിടുമേ. കൃപയാരുളിടുമേ ബലമണിക്കുമേ, മാറാമധുരമായി മാറ്റിടുമേ. യേശു യേശു, അവനാരിലും വലിയവൻ. യേശു യേശു, അവനാരിലും മതിയായവൻ. കണ്ണുനീർ താഴ്വരകൾ ജീവജല നദിയാക്കുമവൻ. ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി മാറ്റുമവൻ. സിയോൻ യാത്ര
യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കോടി കീഴിൽ നയിക്കുമാവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കോടി കീഴിൽ നയിക്കുമാവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ഈ വർഷം 2026 കർത്താവ് ഒരു വിജയകരമായ വർഷത്തെ നടത്തി തരുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് കൂടുതൽ കർത്താവിനെ അടുത്തിരിക്കാം. കർത്താവ് നമ്മുടെ ഏക ദൈവവും ഏക ആശ്രയമാണ്. അത് കാരണം നമുക്ക് കൂടുതൽ യേശുക്രിസ്തുവിൽ കൂടി കർത്താവിനെ നമുക്ക് കൂടുതൽ ആരാധിക്കാം, കൂടെ ചേർന്നിരിക്കുക, കൂടുതൽ പരിശുദ്ധാത്മാവിനെ നൽവരങ്ങൾ പ്രാപിക്കാൻ തക്കവണ്ണമായിട്ട് നമ്മൾ എപ്പോഴും ഒരുങ്ങിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ പാപങ്ങളും ശാപങ്ങളും എല്ലാം തേച്ച് മായ്ച്ച് കർത്താവിനോട് കൂടുതൽ അടുക്കാനും കർത്താവിന്റെ കൂടെ ആയിരിക്കാനും കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ മഹൽ സ്നേഹം നമുക്ക് കിട്ടുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ആമേൻ, സ്തോത്രം. എല്ലാരെയും കർത്താവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത്രത്തോളം കർത്താവിനെ പാടി സ്തുതിച്ച സഹോദരിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി കൂടുതലായി പാടുവാനും കർത്താവ് ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേകം സഭകൾ, ക്രിസ്ത്യൻ സഭകളെ നോർത്തിലെല്ലാം കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്നവരെല്ലാം മനുഷ്യർ ഉപദ്രവിക്കുകയും അവർക്ക് ജീവഹാനി വരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓർത്തുകൊണ്ട് നമ്മുടെ സുവിശേഷ വേലയും ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് മോളി സിസ്റ്റർ പ്രാർത്ഥിച്ചാലും. മോളി ഷൗമേൽ. Praise the Lord. Hallelujah, 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 hallelujah. കർത്താവേ, പരിശുദ്ധ ദൈവമേ, സ്വർഗപിതാവേ, നല്ല കർത്താവേ, ഈ മനോഹരമായ പരിശുദ്ധ ദിവസത്തിന്റെ രാത്രി കാലത്തിനായിട്ട് കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലമെല്ലാം കർത്താവ് ഞങ്ങളെ പരിപാലിച്ചല്ലോ കർത്താവേ. അവിടുത്തെ ചിറകിന്റെ മറവിൽ കർത്താവേ ഞങ്ങളെ മറച്ചല്ലോ പിതാവേ. അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയല്ലോ കർത്താവേ. അങ്ങേക്കും മഹത്വം കർത്താവേ. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ. ഈ രാത്രികാലം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരെ ഹല്ലേലൂയ കർത്താവേ, ഓരോ ഹല്ലേലൂയ കുടുംബത്തെയും കർത്താവേ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, തക്ക സമയത്ത് ഹല്ലേലൂയ എല്ലാവരും കടന്നു വരുവാൻ തക്കവണ്ണ സാഹചര്യങ്ങളെ ദൈവം ഒരുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ലീഡ് ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, മോനിഷമാമയ്ക്കും കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ മകള് ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പനിയാലെ ഭാരപ്പെട്ടല്ലോ കർത്താവേ. അത്ഭുതകരമായി ദൈവം വിടുവിച്ച് കർത്താവേ. ഇന്നപ്പന്റെ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ലീഡ് ചെയ്യുവാൻ ദൈവമേ നിന്റെ മകളെ ഹല്ലേലൂയ ബലപ്പെടുത്തിയനാലെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, അടികളൊന്നും യോഗ്യതയുള്ളവരല്ലല്ലോ പിതാവേ. ഹല്ലേലൂയ പിതാവേ, ഹല്ലേലൂയ, ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു കർത്താവേ അപ്പന്റെ മക്കളായി, പ്രിയ മക്കളായി കർത്താവേ. അടിയങ്ങളെ ഹല്ലേലൂയ അപ്പന്റെ ഹല്ലേലൂയ അവകാശികളായി ഞങ്ങളെ തീർത്തതിനാലെ സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഹല്ലേലൂയ കർത്താവേ, പറയപ്പെട്ട വിഷയങ്ങളെ അപ്പന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, നോർത്ത് ഇന്ത്യയിലെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലോകരാജ്യങ്ങളിൽ നടക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ, അവിടുത്തെ ശുശ്രൂഷകളെല്ലാം ദൈവം മാനിക്കണേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, എന്റെ ദേശത്ത് കർത്താവ് ഒരു ഉണർവിനെ അയക്കണേ അപ്പാ. ഹല്ലേലൂയ, സ്വാതന്ത്ര്യമില്ലാതെ നോർത്ത് ഇന്ത്യകളിൽ കർത്താവേ അനേക ചർച്ചുകൾ കർത്താവേ ബന്ധായി കിടക്കുമ്പോൾ അപ്പാ, കർത്താവിന്റെ ദാസന്മാരെ എല്ലാം കർത്താവെ ജയിലിൽ അടച്ചു കർത്താവെ ശുശ്രൂഷ
ശുശ്രൂഷയൊക്കെയും കർത്താവേ തടഞ്ഞ് ഹാലേലുയ ദൈവമേ അപ്പാ നീ അവരോട് മനസ്സലിയണേ കർത്താവേ. ഹാലലൂയ ഭരണാധികാരികളെ എല്ലാം ദൈവം തുടണേ കർത്താവേ. അവരുടെ ഹൃദയങ്ങളോട് ഇടപെടുമറണേ കർത്താവേ. കർത്താവിന്റെ ദാസന്മാരെ എല്ലാം എത്രയും വേഗം കർത്താവേ പുതുവർഷത്തിൽ കർത്താവേ അവരെ പുറത്ത് കർത്താവേ ഇറക്കി കർത്താവേ അവരുടെ ശുശ്രൂഷയെ അവരുടെ കുടുംബത്തെ ദൈവം മാനിച്ച് അനുഗ്രഹിക്കണേ പിതാവേ. പിതാവിന്റെ വരവേറ്റം ആസന്നമായല്ലോ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഓരോ ഹല്ലേലൂയ കർത്താവേ ദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നെല്ലാം കർത്താവേ ഹല്ലേലൂയ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം ഹല്ലേലൂയ പിതാവേ വിടുവിച്ച് അവന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുമാറാണേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ദൈവത്തിന്റെ ദാസന്മാരെ എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ. അവരുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു പിതാവേ. ഹല്ലേലൂയ അവരുടെ പോക്കില് വരവില് കർത്താവേ അവരുടെ ശുശ്രൂഷ എല്ലാം ദൈവം മാനിക്കണേ. ഹല്ലേലൂയ കർത്താവേ. നിന്റെ മക്കളെ അവിടുത്തെ ചിറകിന്റെ മറവിൽ മറയ്ക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേകരെ നേടുവാൻ കർത്താവെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഹാലേലൂയ കർത്താവെ യൗവനക്കാരെ നേടുവാൻ ഹാലേലൂയ കുടുംബജീവിതം തകർന്നവരെ ഹാലേലൂയ പണിയുവാനൊക്കെ അവിടുത്തെ ഭൃത്യന്മാരെ അങ്ങ് ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനകളൊന്നും വൃഥാവായി തീരല്ലേ പിതാവേ. ഞങ്ങൾ ഓരോ ദിവസവും കർത്താവെ അപ്പന്റെ സന്നിധിയിൽ വെക്കുന്ന വിഷയങ്ങളെ അപ്പാ അവിടുന്ന് മാനിക്കും മരണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഉറവശങ്ങളൊന്നും കർത്താവേ ഓരോരുത്തരുടെയും കർത്താവെ അനുഗ്രഹത്തിന് തടസ്സമാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി കർത്താവേ. ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് കർത്താവേ എന്റെ ദൈവത്തിന്റെ ഹാലലൂയ രാജ്യത്തിന്റെ അവകാശികളായി ഓരോ ദിവസവും കർത്താവേ ഹാലേലൂയ പിതാവേ അപ്പന്റെ ഹാലലൂയ സന്നിധിയിൽ അടുത്തു വരുവാൻ പ്രാർത്ഥിക്കുവാൻ ഹാലലൂയ അപ്പാ ഞങ്ങൾക്ക് അവിടുത്തെ കൃപ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ ദുഷ്ടന്റെ പോരുകളും കർത്താവേ മാറിപ്പോകട്ടെ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ ഇന്നത്തെ ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടന്റെ പോരുകളും കർത്താവേ ഹല്ലേലൂയ കയറുവാനുള്ള മക്കളെ എല്ലാം ദൈവം തക്ക സമയത്ത് കർത്താവേ കയറുവാൻ ദൈവം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഗ്രേസ്മാമിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ മകളായിരിക്കുന്ന ദേശത്ത് ആരോഗ്യത്തോടെ ബലത്തോടെ കാത്തു പരിപാലിക്കുമാറണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇന്നത്തെ ആരാധന അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. സകല വിഷയങ്ങളും കർത്താവേ അപ്പന്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവേ ദൈവം പ്രാർത്ഥന കേട്ടിരിക്കാല സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച സഹോദരിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തെ പൊനുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അടുത്തതായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ രോഗികളെയും വഹിച്ചുകൊണ്ട് കണ്ടത്തിലമ്മച്ചി, പിന്നെ ഷെറിൻ ബ്രദർ, പിന്നെ അനേകരുണ്ടല്ലോ, നമുക്ക് അറിയാതെയും രോഗശയ്യയിൽ ഇരിക്കുന്ന അനേകം പേരുണ്ട്. ഗ്രേസി സിസ്റ്ററെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സോദ്രം 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 സോദ്രന്റെ പതിനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയറിലുള്ള എല്ലാ കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സോദ്രം 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 സോദ്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ പിതാവേ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ യാമത്തിനായി സ്തോത്രം. ഒരു വിശുദ്ധ ദിവസത്തിന്റെ കർത്താവേ, ഈ വർഷത്തിന്റെ പ്രാരംഭ വിശുദ്ധ ദിവസത്തിന്റെ രാത്രിയുടെ യാമത്തി കർത്താവേ നിന്റെ തിരുസന്നിലേക്ക് അടുത്തു വരുവാൻ അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യപദവിക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗം അങ്ങയുടെ സിംഹാസന, ഭൂമി അങ്ങയുടെ പാദപീഠമാകയ ഭൂമിയാകുന്ന പാതപ്പെടുത്തിയിരുന്ന ഉയരത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി കർത്താവേ. സ്തോത്രം അപ്പ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഞങ്ങൾക്ക് സഹായം എവിടെ നിന്ന് വരും? ഞങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ഹോബിങ്കിൽ നിന്ന് വരുന്ന കർത്താവേ.
കർത്താവേ. രാത്രികാല സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ. അപ്പാ ഞങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം അപ്പാ. ഞങ്ങളുടെ കർമ്മേൽ പ്രയറിലുള്ള എല്ലാ രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരുണയുള്ള പിതാവേ, കരുണയുള്ള പിതാവേ, മനസ്സലിയുള്ള പിതാവേ, സഹായിക്കണം കർത്താവേ. അപ്പാ യേശുവേ, ദാവീദ് പുത്ര, ഇന്ന് രാത്രി കാലം ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ രോഗികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ വചനത്തിന്റെ ശക്തി അയക്കണമേ. യഹോവ റാഫയായി വെളിപ്പെടുമാറാകണമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനം കർത്താവേ ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും അയക്കണമേ കർത്താവേ. അപ്പാ സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. അപ്പാ ഞങ്ങളുടെ കർത്താവേ, രോഗങ്ങളെ അവിടുന്ന് വഹിച്ച ദൈവമാ കർത്താവേ. അപ്പാ ഞങ്ങളുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചുമന്ന് കർത്താവേ, അങ്ങയുടെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തകർക്കപ്പെട്ടത് കർത്താവേ. ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് കർത്താവ് ഇന്ന് രാത്രി ആ കാൽവറി ക്രൂസിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചേരുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലം കർത്താവേ, നഗണ്ഡത്തിൽ അമ്മച്ചി കർത്താവേ ബ്ലീഡിങ്ങാൽ ഭാരപ്പെടുന്നല്ലോ. സ്വർഗമേ, നിന്റെ മാതാവിന് പൂർണ്ണ സൗഖ്യം ആരോഗ്യവും കൽപ്പിക്കണമേ കർത്താവേ. അപ്പാ സ്തോത്രം. നിന്റെ മകൾ കിടക്കയിലായിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവേ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അപ്പാ, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്കും ഭേദം വരുത്തതുപോലെ കർത്താവേ പ്രിയമാതാവ് ഞങ്ങൾക്കൊക്കെ ഇടിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിന്റെ മകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുവാൻ സഹായിക്കണേ. അൻപേശ്ര ഓർത്ത് പ്രാർത്ഥിക്കുക അപ്പച്ച. പ്രിയമാതാവിനെ സഹായിക്കണ കർത്താവേ. അപ്പാ മുറിവിന്മേൽ അങ്ങയുടെ ആണിപ്പാടുള്ള കരം വയ്ക്കണമേ കർത്താവേ. ഏത് അവസ്ഥയിൽ കൂടെ കടന്നുപോയാലും കർത്താവേ ഞങ്ങൾ ഒറ്റയ്ക്കല്ലപ്പാ, ഞങ്ങൾ ഒറ്റയ്ക്കല്ല. അങ്ങയുടെ കരം ഞങ്ങളെ നടത്തുന്നു, പിടിച്ചു നടത്തുന്നു. ഓർത്ത് സ്തോത്രം. നീ എന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന നിന്റെ മതിലുകളെല്ലാം ഇപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നത് കർത്താവേ. അപ്പാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം ഉള്ളം കരങ്ങളിൽ വഹിച്ച കർത്താവ്, വരച്ചിരിക്കുന്ന കർത്താവേ. അപ്പാ ഈ രാത്രി ഞങ്ങളുടെ നിലവുകളെ ഉൾപ്പുകളെ ആരാഞ്ഞറിയുന്ന കർത്താവേ. ഞങ്ങൾക്ക് അസാധ്യമാപ്പാ പലതും അപ്പച്ച. അപ്പാ നീ ഞങ്ങൾക്ക് വേണ്ടി കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക അപ്പാ. പ്രാർത്ഥിക്കുന്ന യേശുവിൻ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ മകൻ ഒത്തിരി കർത്താവേ വേദനയിലൊക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കരം നീട്ടുന്നു. ഓർത്ത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ മുറിവിനൊക്കെ പൂർണ്ണ സൗഖ്യവും വിടുതലും കൊടുത്ത് കർത്താവ് അപ്പാ 2026 ജയോത്സവമായി നടക്കുവാൻ സഹായിക്കണം. എല്ലാ നീർന്ന പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. സ്തോത്രപ്പാ, സ്തോത്രപ്പാ. യേശുവേ, ഏതനെ താൻ ഷോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏതന്റെ അപ്പാ നാവിന്റെ കെട്ടുകളെ അവിടുന്ന് പൊട്ടിക്കുമാറാകണമേ കർത്താവേ. യേശുവേ സ്തോത്രപ്പാ. അവനൊരു സാക്ഷിയായി നിൽക്കട്ടപ്പച്ച എന്റെ കർത്താവേ. അപ്പാ അന്തോണിയോർത്ത് പ്രാർത്ഥിക്കുന്നപ്പച്ച എന്റെ മകനെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. പൂർണ്ണ സൗഖ്യം കുഞ്ഞിന് കൽപ്പിക്കണമേ കർത്താവേ. അപ്പൊ 10 മാസ പ്രായമുള്ള ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥി. അവന്റെ ആന്തരിക അവയവങ്ങളെല്ലാം പൂർണ്ണ വളർച്ചയെത്തി വേഗത്തില് ഭവനത്തിലൊക്കെ ആയിത്തീരുവാൻ കർത്താവ് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അപ്പാ സ്തോത്രം, സ്തോത്രം പച്ച. ജുവലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ നിന്റെ പൈതലിന്റെ പൊള്ളലൊക്കെ പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുക. സ്തോത്രം പച്ച. എല്ലാ ഹാർട്ട് പേഷ്യൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ പ്രഷർ കർത്താവേ, ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ സ്തോത്രം. ഞങ്ങളുടെ ശരീരം ബലഹീനമാകുമ്പോൾ അങ്ങ് ബലവാനും ശക്തനുമായി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ആരാലും സൗഖ്യമാക്കുവാൻ കഴിയാത്ത രക്തസ്രാവശ്രീ അങ്ങയുടെ വസ്ത്രത്തിന്റെ തൊങ്ങല് തൊട്ടപ്പോൾ അവിടുത്തെ സൗഖ്യം അയച്ചതുപോലെ കർത്താവേ അടിയങ്ങളുടെ മേൽ അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കും. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടുവാൻ സ്വർഗമേ അവിടുന്ന് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രക്ഷിപ്പാൻ കഴിയാതവണ്ണം അങ്ങയുടെ കരം കൂടുതലായിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അങ്ങയുടെ ചെവി മന്ദമായിട്ടുമില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ പാപങ്ങൾ അത്രേ ഞങ്ങളെയും ഞങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിക്കുന്ന അങ്ങയുടെ വചനമ കർത്താവേ. അങ്ങയുടെ കർത്താവെ പ്രവർത്തിക്ക് തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ.
എന്റെ കർത്താവെ, ജിനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രഷറിന്റെ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നല്ലോ കർത്താവെ. അപ്പാ എന്റെ കർത്താവെ, ഞങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ കേടുപാടുകൾ നിർത്തുവാൻ മാറ്റുവാൻ സൃഷ്ടിതാവിനല്ലാതെ കഴിയത്തില്ല കർത്താവെ. അപ്പാ ഞങ്ങൾ മണ്ണിൽ നിന്നുള്ളവരാ, കഷ്ടസമ്പൂർണരെങ്കിലും കർത്താവെ 6 കഷ്ടത്തിൽ വിടുവിക്കുന്നവൻ 7-ാമത്തേലും തിന്മ തൊടാതെ വണ്ണം സൂക്ഷിക്കുന്ന കർത്താവെ. അപ്പാ ലിജിയുടെ ബ്ലഡ് പ്രഷറിനെ ഓർത്ത് പ്രാർത്ഥി. ഇസ്രായേലിന്റെ മണ്ണിൽ ജോലി ചെയ്യുന്നവരെല്ലാം കർത്താവെ, ഈ കാലാവസ്ഥ വ്യതിയാനത്താൽ ഒത്തിരി ഞെരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ കർത്താവെ, അപ്പാ സ്തോത്രം, ഞങ്ങളുടെ എല്ലാ കർത്താവെ ഓക്സിജൻ ഡെഫിഷ്യൻസികളും കർത്താവെ കാലാവസ്ഥയെ അനുകൂലമാക്കി കർത്താവെ, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള അങ്ങയുടെ ദൈവിക ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രപ്പാ ജോസ്നിയുടെ കർത്താവെ, ആ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന. ഒത്തിരി വേദനകളിൽ കൂടി അവർ കടന്നു പോകുമ്പോൾ ദൈവമേ, നിന്റെ കരം അവിടുന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രശ്മിശ്രയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൾക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം ആരോഗ്യം കൽപ്പിക്കണം കർത്താവെ. ഓപ്പറേഷന്റെ മുറിവുകളെല്ലാം പൂർണ്ണമായ സൗഖ്യം പ്രാപിച്ച് വേഗത്തിൽ എഴുന്നേൽക്കട്ടെ കർത്താവെ. അങ്ങയ്ക്ക് വേണ്ടി ഓടുവാൻ നിന്റെ മക്കളെ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. സോത്രപ്പ മാത്യുവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒനിക്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രിയമാതാവിനെ ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാ ശാരീരിക ബലഹീനതകളിൽ നിന്ന് വിടുവിക്കണം കർത്താവെ. അപ്പാ കൺഫ്യൂഷൻ മൈൻഡും കർത്താവെ, മെമ്മറി ലോസ് ആകുന്ന അവസ്ഥകളൊക്കെ മാറ്റി കർത്താവെ. അപ്പച്ചാ അവിടുന്ന് മാറ്റം പൂർണ്ണ സൗഖ്യം പൂർണ്ണ ആരോഗ്യവും കൊടുത്ത് കർത്താവെ. അനേകർക്ക് ആത്മീക പിതാവാക്കി അവിടുന്ന് നിർത്തുമാറാകണ. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ എല്ലാം ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അങ്ങേക്ക് വേണ്ടി ഓടിയെന്ന് വിശ്രമ ജീവിതം നയിക്കുന്ന എല്ലാ അഭിഷക്തന്മാരെ അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മേരിക്കുട്ടി ആന്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമാതാവിന് സൗഖ്യത്തെ കൊടുക്കണം. ഡയാലിസിസിലേക്കൊക്കെ ചിന്തിക്കുമ്പോൾ കർത്താവേ, നിന്റെ കരത്തിൽ അപ്പാ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ എല്ലാം അപ്പാ ആരോഗ്യം സഹിക്കാനുള്ള കൃപ കൊടുക്കണമേ. ആ ഡയാലിസിസ് ചെയ്യാതെ തന്നെ സ്വർഗത്തിലെ അപ്പന്റെ വാചന വായിച്ച് സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. സ്തോത്രപ്പാ സ്തോത്രം. എന്റെ കർത്താവെ, ബിപാസയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എൻ്റെ മകൻ ജോലിയുടെ ബുദ്ധിമുട്ട് ഭാരങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവെ, ശരീരാത്മദേഹങ്ങളിൽ ബലപ്പെടുത്തണം കർത്താവെ. മാനസികമായും ആത്മീകമായി ശാരീരികമായി മുന്നേറുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. എൻ്റെ കർത്താവെ, കർമ്മേലിൽ വചനം സംസാരിച്ച് ഒത്തിരി അഭിഷക്തന്മാർ രോഗികളായി ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവരെയൊക്കെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ബൈജു ഫ്രാൻസിസ് ഫാസ്റ്റർക്ക് കൊടുത്ത വിടുതൽ സ്തോത്രപ്പ. എന്റെ കർത്താവേ, അപ്പാ എല്ലാവർക്കും വിടുതലും ആശ്വാസം അങ്ങയുടെ പക്കലുണ്ടല്ലോ കർത്താവ്. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനല്ല അതൊന്നും കഴിയത്തില്ല അപ്പച്ചാ. എന്റെ കർത്താവേ, നീ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഈ ലോകം ഞങ്ങൾക്ക് സമാധാനം തരത്തില്ലെങ്കിൽ എന്നാൽ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ സമാധാന പ്രഭു കർത്താവേ. സമാധാനത്തിന്റെ ദൈവമോ, വേഗത്തിൽ സാത്താനേക്കാൾ കീഴാക്കുന്ന കർത്താവേ. ഈ 2026 ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിക്ടറിയുടെ വർഷമാക്കി തീർക്കണമേ കർത്താവേ. സ്തോത്രം. ഞങ്ങൾ വിശ്വാസത്താൽ രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ കർത്താവേ. അപ്പച്ച ഞങ്ങൾ വിശ്വാസത്താൽ ഞങ്ങളുടെ എല്ലാ സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ കർത്താവേ. അങ്ങയുടെ കർത്താവെ ബലം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. സ്തോത്രം. 2026 കർത്താവേ, എല്ലാ കുടുംബങ്ങൾക്കും കർത്താവെ അനുഗ്രഹത്തിന്റെ അത്ഭുതത്തിന്റെ വിടുതലിന്റെ കർത്താവെ പറഞ്ഞറിയാൻ പറ്റാത്ത നിലവാരത്തിലുള്ള കർത്താവെ അത്ഭുതങ്ങളുടെ വർഷമാക്കി എല്ലാ കുടുംബങ്ങളെ മാറ്റിമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഉഷസ്രയുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പനിയാൽ ഭാരപ്പെട്ടിരിക്കുന്നല്ല കർത്താവെ. ഉഷസ്രം പനിയാൽ ഭാരപ്പെടുന്നതിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിടുതൽ കൊടുക്കണമേ കർത്താവെ. പനിയെ ശാസിക്കണമേ. നിധിയെ, നിവ്യായ, ജയ്ഡനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പനിയുടെ അസ്വസ്ഥതകളിൽ നിന്നെല്ലാം വിടുവിച്ച് ആരോഗ്യവും സൗഖ്യവും കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ഹൈപ്പർ ആക്റ്റീവായ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ സ്വർഗത്തിലെ അപ്പൻ നിയന്ത്രിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എന്റെ കർത്താവെ, കുഞ്ഞുങ്ങളിൽ കൂടി ഒരു പൈശാചിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ വണ്ണം കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവേ സ്തോത്ര. ആന്തരിക അവയവങ്ങളുടെ
കേടുപാടുകൾ നിമിത്തം ഭാരപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ രോഗികളെ ഓർക്കുന്നു. ക്യാൻസർ പേഷ്യൻസിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിബിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ സ്തോത്രം അപ്പച്ച. കുൽസുദിന എന്ന് പറഞ്ഞ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ച അപ്പാ അനേക കുഞ്ഞുങ്ങൾ കർത്താവെ ബ്ലഡ് ക്യാൻസറുകളാൽ ഭാരപ്പെടുന്ന ദേശത്ത് വാഴുന്ന അന്ധകാര പോരുകള് കുടുംബങ്ങളിൽ നിന്ന് വിടുവിക്കുമാറാകണം. ഇനി ഒരു തലമുറകളെയും ശത്രു തൊടുവാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഞങ്ങൾ ഉണർന്നിരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ അലർന്ന സിംഹം പോലെ പിശാചാരെ വിഴുങ്ങേണ്ടുവെന്നറിയാതെ ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ വചനത്തിലും കർത്താവെ അങ്ങയുടെ ശക്തിയിലും ബലപ്പെടുവാൻ പിശാചിനോട് എതിർത്ത് നിൽപ്പാൾ അമിതബലം ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ഇന്ന് രാത്രി ഞങ്ങളുടെ കർമ്മേൽ കുടുംബങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെ എല്ലാം പേര് പറഞ്ഞ് കർത്താവെ വിട്ടുപോയ രോഗികളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ആ കുഞ്ഞുങ്ങളുടെ എല്ലാം തൈറോയിഡ് നോർമലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ യേശുവെ രക്തക്കുറവ് നിമിത്തം ക്ഷീണം അനുഭവിക്കുന്ന ഭാരം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പരീക്ഷാ ഭീതി നിമിത്തം കർത്താവെ അപ്പ ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയനെ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കർമ്മേൽ പ്രയർ കർത്താവെ അപ്പ ഒരു ചടങ്ങായി തീരാതെ വണ്ണം കർത്താവെ ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവെ കയറുന്ന കുടുംബങ്ങൾക്ക് അത് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ കർത്താവെ. അപ്പാ സ്തോത്രം. അപ്പ ഓരോ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ കുടുംബങ്ങളിലും വലിയ വിടുതൽ കാണട്ടെ പച്ച. രാത്രി അടിയനെ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ വചനവുമായി നിൽക്കുന്ന അഭിഷക്തനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. പ്രിയദാസൻ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണല്ലോ. അബുദാബിയുടെ പട്ടണത്തിൽ കർത്താവെ എന്റെ മകന്റെ ശുശ്രൂഷകളെ അപ്പാ അവിടുന്ന് ആദരിക്കണമേ. യഹോശാഫാത്തിന്റെ മുഖത്തെ ആദരിച്ച സ്വർഗത്തിലെ ദൈവം ആ ചർച്ചിനെ ആദരിക്കണം. പ്രാർത്ഥനാ വിഷയങ്ങളിലെല്ലാം കർത്താവെ അവിടുന്ന് മഞ്ഞും മഴ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ കുടുംബങ്ങളെയും കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ മണ്ണിലിരുന്ന് നിറഞ്ഞ മനസ്സോട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം ലീഡ് ചെയ്യുന്ന മകളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടിയ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കും. ഓരോ ദിവസവും ചെയ്യുന്ന ശുശ്രൂഷകൾ അങ്ങയുടെ നാമം മഹത്വമായി തീരണം. ആർക്കും കുറ്റത്തിനും ശിക്ഷാവിധിക്കും കാരണമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലതും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സർവ്വതും സമർപ്പിച്ച് പ്രാർത്ഥിച്ച സിസ്റ്ററെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ കുഞ്ഞുങ്ങളെയും കുടുംബനാഥനെയും എല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് നമുക്ക് വചന ശുശ്രൂഷയ്ക്ക് സമയം കൊടുക്കാം. പാസ്റ്റർക്ക് ബഹുമാന പാസ്റ്ററെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. എൻ്റെ സൗണ്ട് കേൾക്കാമല്ലോ സിസ്റ്ററെ? കേൾക്കാം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രാവശ്യം കൂടെ പ്രിയ കർമ്മേൽ പ്രയർ മിനിസ്ട്രിയിൽ കടന്നു വന്ന ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ സ്വർഗമെന്നെയും ബലപ്പെടുത്തുന്ന ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. പുതിയൊരു വർഷത്തിൽ പ്രൈസ് ലോർഡ് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന വലിയ നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേകം ഒരു ഹാപ്പി ന്യൂ ഇയർ പറയുക. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ വർഷം ഒത്തിരി അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേക ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ഗ്രേസി ആൻറ്റി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിയ ദൈവം കഴിഞ്ഞൊരു വർഷം മുഴുവൻ നടത്തിയല്ലോ. ഇപ്രകാരം ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുവാനൊക്കെ ദൈവം ബലപ്പെടുത്തുന്ന സ്നേഹത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസലോ. കർത്താവിൻ്റെ ദാസിയോട് ചേർന്ന് പ്രവർത്തിപ്പാനൊക്കെയും ഈ പ്രെയർ ഫെലോഷിപ്പിലുള്ള എല്ലാവരെയും സ്വർഗം ബലപ്പെടുത്തുന്ന ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസലോഡ്. ഹല്ലേലൂയ. ഈ പ്രെയർ ഫെലോഷിപ്പിലും ഇതിൻ്റെ ഒരു ഭാഗമാകുവാൻ എന്നെയും ദൈവം ബലപ്പെടുത്തുന്ന ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ഈ വർഷം നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. മാനുഷികമായ മറ്റൊന്നുമല്ല നാം പ്രതീക്ഷിക്കുന്ന കർത്താവിനുള്ള വലിയ നന്മകളും അനുഗ്രഹങ്ങളുമാണ് നാം പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം. അങ്ങനെ തന്നെ കർത്താവ് ചെയ്യട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഈ ഡിവൈസ് എണ്ണങ്ങളൊക്കെ കൂടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
അനേക പ്രിയപ്പെട്ടവർ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുന്നത് അടുത്ത ദിവസങ്ങളൊക്കെ കാണുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം വിടുവിക്കട്ടെ, സൗഖ്യമാക്കട്ടെ. പ്രൈസ് ലോർഡ്. പ്രത്യേക അന്നകണ്ഠത്തിൽ അമ്മച്ചിയെ ഓർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പ്രിയ അമ്മച്ചിയെ കർത്താവ് വിടുവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരുമിച്ച് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമാണല്ലോ നമുക്ക് ആദ്യം നൽകുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം എസ്രയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ്. എസ്രയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ് ഇത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് വചന ഭാഗം എടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യ സ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് തന്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കൊരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു ക്ഷണനേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. ഞങ്ങൾ ദാസന്മാരാകുന്നു സത്യം. ആമേൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ തിരുവചനത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. കർത്താവെ, കഴിഞ്ഞ കർത്താവെ സ്തോത്രം ഒരു വർഷം ഞങ്ങളെ മുഴുവൻ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അനേക വചനങ്ങൾ ധ്യാനിക്കുവാനും പഠിപ്പാനും ഒക്കെ ഞങ്ങളെ സഹായിച്ചുവല്ലോ. തുടർന്നും കർത്താവെ നല്ല ചിന്തകൾ ഈ വർഷവും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിൻ്റെ ആഴങ്ങൾ, മുത്തുകൾ കർത്താവെ പറക്കെടുക്കുവാൻ ഞങ്ങളിവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജനത്തെ സ്വർഗം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരുക്കിയെടുത്ത നല്ല ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രിയപ്പെട്ടവരെ സ്വർഗം അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എസ്രയുടെ പുസ്തകം നാം പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു പ്രൈസ് ലോർഡ് പുസ്തകത്തിനകത്തുള്ളൊരു പുസ്തകമാണ്. എസ്ര, നെഹമ്യാവ് എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ സ്തോത്രം അടിമനുഖത്തിലേക്ക് പോകുന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ദേവദാസന്മാരൊക്കെ പറഞ്ഞ് നാം കേട്ടിട്ടുള്ളതാണല്ലോ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം ആ പുസ്തകം പഠിക്കേണ്ടത് 2 ഭാഗങ്ങളായിട്ട് വേണം പഠിക്കാൻ. 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ സ്തോത്രം സെരുബാബേലിനും യോശുവയും കടന്നു വന്ന് ആലയത്തിന് അടിസ്ഥാനമിടുന്ന ചരിത്രങ്ങളാണെങ്കിൽ 7 മുതൽ തുടർന്നുള്ള അധ്യായങ്ങൾ പഠിച്ചു വരുമ്പോൾ എസ്രായുടെ യാത്രാ വിവരണങ്ങളെക്കുറിച്ചാണ്, യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് വളരെ സവിസ്താരമായി നാം പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. അങ്ങനെ നാം പഠിച്ചു വരുമ്പോൾ കാണുന്നത് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്നത് എസ്ര സ്തോത്രം യാത്ര ചെയ്ത് യെരുശലേമിൽ നിന്ന് യാത്ര ചെയ്ത് പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം ബാബിലോണിൽ നിന്ന് യാത്ര ചെയ്ത് യെരുശലേമിലേക്ക് എത്തുന്ന സമയത്ത് തനിക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു വാർത്തയാണ് തൻ്റെ ചെവിയിൽ താൻ കേൾക്കുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വാർത്തയാണ് താൻ കേൾക്കുവാനിടയായിത്തീരുന്നത്. എന്താണ് വാർത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദന്മാർക്കൊരു പഴയ നിയമ കാലഘട്ടത്തിൽ സ്തോത്രം അവർ യഹൂദന്മാരാണെന്നുള്ള ഒരു വലിയ അനുഭവം അവരുടെ ഉള്ളിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അത് പുതിയ നിയമത്തിൽ കർത്താവ് തിരുത്തുന്നുണ്ട്, പത്രോസിനെ തിരുത്തുന്നുണ്ട്. നാം തിരുവചനം പഠിക്കുമ്പോൾ കാണുന്ന അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവിടെ പറയുന്നുണ്ട്, പത്രോസ് ഒരു സ്തോത്രം ചെറിയ ഒരു മയക്കത്തിൽ സ്തോത്രം ആയിരുന്ന സമയത്ത് ഒരു ദർശനം കാണുകയാണ്. എന്താ ദർശനം? സ്തോത്രം ഒരു തുപ്പട്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതിനകത്ത് ഇഴജാതി, നാൽക്കാലി എല്ലാം ഉണ്ടായിരുന്നു. കർത്താവ് പറയുക, നീ ഇതിനെ അറുത്ത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയുന്നു, ഞാനൊരു യഹൂദനാണ്, ഞാൻ എങ്ങനെ ഇതിനെ അറുത്ത് ഭക്ഷിക്കാൻ കഴിയും എന്ന് ഹല്ലേലൂയ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ലോർഡ്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധീകരിച്ചത് നീ മലിനമെന്നുണ്ടെന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ തുടർന്ന് 2 പേരെ പുറത്ത് വീടിൻ്റെ പുറത്ത് താനിരിക്കുന്ന ഹല്ലേലൂയ തോൽക്കാരനായ ശിമയോന്റെ വീട്ടിൻ്റെ പുറത്ത് വന്നു നിന്ന് അവരോടൊപ്പം പ്രൈസദാധിപന്റെ ഭവനത്തിലേക്ക് പോയതായി നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു.
പ്രാധാന്യമാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ചിട്ടകൾ, അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഒരു ശകലം പോലും വേറിട്ട് മാറുവാൻ അവർക്ക് അനുവാദമുണ്ടായിരിക്കുകയില്ലായിരുന്നു. സ്തോത്രം. അങ്ങനെ പ്രൈസ് ദി ലോർഡ്, ഈ സ്തോത്രം എസ്ര കടന്നു വരുമ്പോൾ ഇദ്ദേഹം ഒരു ന്യായശാസ്ത്രിയാണ്. ന്യായപ്രമാണത്തെക്കുറിച്ച് നന്നായി അറിയാമെന്ന മനുഷ്യനാണ്. മോശയുടെ ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ യെരൂശലേമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് അവിടെയുള്ള യഹൂദന്മാർ, ഇസ്രായേൽ ജനങ്ങളും പുരോഹിതന്മാരും ലേവിയരും എല്ലാവരും അവിടെയുള്ള ജാതികളുമായി ഇടകലരുവാനിടയായി തീർന്നു. സ്തോത്രം. ജാതികളുമായി കലരുവാനിടയായി തീർന്നു. അവിടെ കാണുവാൻ കഴിയുന്നു കനാനിയർ, ഹിത്യർ, ഫെലിസ്യർ, എബൂസ്യർ, അമോന്യർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനേക ജാതികരുമായി ഇടകലർന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, വിവാഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും അവിടെ നിന്ന് വിവാഹം കഴിക്കുകയും ഇവർ അങ്ങോട്ട് വിവാഹം കഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന ആ വാർത്ത കേട്ടപ്പോൾ എസ്രയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. സ്തോത്രം. എസ്രയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ വസ്ത്രം, അല്ലെങ്കിൽ യഹൂദന്മാർ ധരിക്കുന്ന 2 വസ്ത്രമാണ്, അതിനകത്ത് പുറമേ ഉള്ള വസ്ത്രം വലിച്ച് കീറി, അല്ലെങ്കിൽ തൻ്റെ താടി രോമങ്ങളൊക്കെ വലിച്ച് പറിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നെടുമ്പാട് വീണ് കരയാൻ തുടങ്ങി. കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളോട് പൊറുക്കണമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാർ മുതൽ നിന്നെ അനുസരിക്കാത്തൊരു കാലത്തിലാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നെടുമ്പാട് വീണ് ദൈവത്തോട് കരയുന്ന ഭക്തൻ. അല്ലെങ്കിൽ തൻ്റെ പ്രാർത്ഥന വിഷയം ഇങ്ങനെയാണിപ്പോൾ നാം വായിച്ചതുപോലെ, ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് എസ്ര ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ 1, 2, 3 ചിന്തകൾ കമ്പിവാചകം പോലെ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ അതിന് മാത്രമേ സമയം നമ്മുടെ മുമ്പിലുള്ളല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. 1, എസ്ര പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് എസ്ര പ്രാർത്ഥിക്കുന്നു. 2, എസ്ര പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ദാസ്യ സ്ഥിതിയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ എന്ന് എസ്ര പ്രാർത്ഥിക്കുകയാണ്. 3, ഒരു ജീവശക്തി ഞങ്ങളുടെ മേൽ നൽകണമേ എന്ന് എസ്ര പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെയോ 4-ാമത്തെ കാര്യം, ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ മാറ്റി നിർത്തണമേ എന്ന് എസ്ര പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പാർപ്പിടം ഞങ്ങൾക്ക് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് തക്കവണ്ണം ഒരു ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് എസ്ര ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ഈ വേറിട്ട ചിന്തകളിലൂടെ നമുക്ക് അല്പസമയം ഒന്ന് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എസ്ര പ്രാർത്ഥിക്കുന്ന പോലെ ഈ 2026 പ്രാരംഭ ഹല്ലേലൂയ സ്തോത്രം മീറ്റിംഗിൽ, അല്ലെങ്കിൽ സ്തോത്രം ഈ പ്രാരംഭ ഞായറാഴ്ചയിൽ ഈ മീറ്റിംഗിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. ദാസ്യ അനുഭവത്തിൽ നിന്ന് ഒരു വിടുതൽ ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ മേലൊരു ജീവശക്തി പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. പ്രൈസ്. ആത്മാവിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് ദർശനത്തോട്, വെളിപ്പാടോട്, ആത്മീയ തലത്തിൽ ഉയരപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടം ശേഷിപ്പിന് ഉയർത്തേണ്ടതിന് നമ്മൾ പ്രാർത്ഥിപ്പാൻ കഴിയണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ സർക്കംസ്റ്റാൻസ്, എൻ്റെ ചുറ്റുപാടുകൾ, ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് അനുകൂലമാകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിപ്പാൻ കഴിയണം. ഇന്ന് രാത്രി എത്ര പേര് കർത്താവിന് സ്തോത്രം ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. കഴിഞ്ഞൊരു വർഷം മുഴുവൻ ദൈവം നമ്മളെ നടത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മിടുക്കാണോ, നമ്മുടെ കഴിവാണോ ഇത്രത്തോളം കൊണ്ടുവന്നത്? പ്രൈസ് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. കർത്താവിന്റെ ദയ ഒന്ന് മാത്രമാണ്. ഇന്ന് രാത്രിയിലും ആത്മാവിന്റെ കൃപ ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവർ അഭിഷേകത്തോട്, അന്യഭാഷയോട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയ ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എസ്ര, ഞാൻ മുമ്പേ ഓർപ്പിച്ചോളൂ, മോശയുടെ ന്യായപ്രമാണത്തെ നന്നായി പഠിച്ച മനുഷ്യനായിരുന്നു ഈ സ്തോത്രം എസ്ര എന്ന് പറയുന്ന മനുഷ്യൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് 4-3 ചിന്തകൾ വേഗത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. 1, പ്രൈസ് ദി ലോർഡ്, എസ്ര പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കണ്ണുകളെ എന്ത് ചെയ്യണം? ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 3 കൂട്ടരായിട്ടാണല്ലോ മടങ്ങി വന്നത്. സ്തോത്രം. 1, അല്ലെങ്കിൽ സെരുബാബേലിൻ്റെയും അല്ലെങ്കിൽ യോശുവയുടെ നേതൃത്വത്തിൽ അയച്ച ഒരു കൂട്ടർ, ഏതാണ്ട് 5000-ത്തിലധികം പേര് അവിടുന്ന് മടങ്ങി വന്ന് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. 2ാമത് എസ്രയുടെ നേതൃത്വത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 3ാമത് നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിലാണ് അവർ മടങ്ങി വന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 1ാമത്തെ കൂട്ടർ വന്നു കഴിഞ്ഞു. അവർ ആലയത്തിന് അടിസ്ഥാനം ഇടുകയാണ്. അപ്പോൾ 2 കൂട്ടർ ഇപ്പോൾ അവിടെയുണ്ട്. നെഹമ്യാവിൻ്റെ കൂടെ വന്നവർ
അവർ വന്നിട്ടില്ല, അവർ പിന്നെയും അവിടെ തന്നെ കിടക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഈ എസ്ര ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഈ കൂട്ടരുടെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ ഹല്ലേലൂയ ദൈവദാസനെ അങ്ങനെ പ്രാർത്ഥിപ്പാൻ എന്താ കാരണം? സ്തോത്രം, ഹല്ലേലൂയ. പ്രമാണം അറിയാവുന്നവരല്ലേ ഇവർ? പ്രൈസ്, ന്യായപ്രമാണം അറിയാവുന്നവരല്ലേ? സ്തോത്രം. ഇവിടെ ഒരു ആലയം ഉണ്ടായിരുന്നു, ആലയത്തിൽ നിന്നല്ലേ അവർ അങ്ങോട്ട് പോയത്? അവിടെ ആയിരുന്നപ്പോഴും അവർക്ക് പ്രമാണം ഉണ്ടായിരുന്നല്ലോ, ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ. ബാബിലോണിയ പ്രവാസത്തിലായിരിക്കുമ്പോഴും അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ. ദാനിയേൽ പ്രാർത്ഥിച്ചെന്ന തെളിവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പല ഭക്തന്മാർ ശക്തിയോടുകൂടെ പ്രവാസ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പിന്നെ എന്താ ഇപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഇവരുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിപ്പാൻ എന്താ കാരണം? സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ്. മടങ്ങി വന്ന ജനത്തിനും ഹല്ലേലൂയ സ്തോത്രം തിരുവചനത്തിന്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം കുരുട്ടായി പോയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രമാണം വിട്ടുകൊണ്ട് അവർ യാത്ര ചെയ്യാൻ കടന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ ശക്തിയോടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. 2026 നമുക്കൊന്നും ലഭിച്ചില്ലെങ്കിൽ പ്രമാണത്തിൽ നിൽക്കാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ഹല്ലേലൂയ വചനത്തിനകത്ത് നിൽക്കുവാൻ കർത്താവേ എന്നെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? സ്തോത്രം, ഹല്ലേലൂയ. യോശുവയോട് പറഞ്ഞതുപോലെ നീ പ്രമാണത്തിൽ നിൽക്കാൻ കഴിയണം. സ്തോത്രം, ഹല്ലേലൂയ. ന്യായപ്രമാണം എന്താണോ പറയുന്ന പ്രമാണത്തിൽ നിൽക്കാൻ കഴിയണം. സ്തോത്രം. ഞാൻ പഴയ നിയമത്തിലെ ന്യായപ്രമാണം ഓർപ്പിച്ചതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ വചനം. സ്തോത്രം. ഈ പ്രമാണം, ഈ വചനത്തിനകത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയണം. സ്തോത്രം. അങ്ങനെ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമ്മളെ അനുഗ്രഹിപ്പാനിടയായി തരും. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുന്നവൻ ഭാഗ്യവാനെന്നല്ലേ 1-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ കർമ്മേൽ പ്രയർ മിനിസ്ട്രിക്കകത്തുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? അല്ലെങ്കിൽ കർത്താവേ ഈ ഒരു വർഷം മുഴുവൻ അങ്ങയുടെ വചനത്തിനകത്ത് നിൽക്കുവാൻ, അങ്ങയുടെ വചനത്തിനകത്ത് നിൽക്കുവാൻ, അതിന്റെ വചനം വിട്ടുകൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതിരിക്കേണ്ടതിന് എന്നെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ പ്രാർത്ഥന ഹല്ലേലൂയ സ്തോത്രം, ഇവരുടെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എസ്രയെ അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ പ്രകാശിച്ചിട്ടുണ്ട്. പിന്നെന്താ അങ്ങനെ പ്രാർത്ഥിപ്പാൻ കാരണം? പ്രൈസ്. ഇപ്പോഴും ഹല്ലേലൂയ സ്തോത്രം അവർ അവരുടെ കണ്ണുകൾ തുറന്നിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ തുറക്കേണ്ടതിന് ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ഭാഗമാണ്, അതിനോട് ചേർന്നുകൊണ്ട് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം എഫെസോസ് സഭ, പ്രൈസ് ദി ലോർഡ്, ആ സഭ അവിടെ ഉടലെടുക്കും പൗലോസിലൂടെ മാത്രമാണ് ഉടലെടുത്തത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പൗലോസാണ് നേതൃത്വം കൊടുക്കുന്നത്. മറ്റ് ഇതര സഭകൾക്കൊക്കെയും അത്രത്തോളം നിന്ന് പ്രവർത്തിപ്പാൻ പൗലോസിന് കഴിഞ്ഞിട്ടില്ല. തൻ്റെ തുടർമാനമാണ് മിഷണറി യാത്രയിലൊക്കെ പൗലോസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ എഫെസോസ് സഭ ഹല്ലേലൂയ സ്തോത്രം അവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പ്രവർത്തിച്ച് കൊണ്ടുവന്ന സഭയാണ്. പക്ഷെങ്കിൽ ഈ സ്തോത്രം ഹല്ലേലൂയ ചില കാലചക്രം ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ആ സഭയുടെ ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതിൻ്റെ ഹല്ലേലൂയ മുന്നോട്ടുള്ള അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥമായിട്ടുള്ള ആ അനുഭവങ്ങളൊക്കെ വിട്ടുമാറി അവർ യാത്ര ചെയ്യാൻ തുടങ്ങി. ഈ എഫേസ്യസ് സഭ അല്ലെങ്കിൽ എഫെസോസിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, എന്താ പറയുന്നത്? ഇവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്നാ പറയുന്നത്, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് ഹല്ലേലൂയ സ്തോത്രം പൗലോസ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, അവിടെ അത്ഭുതം വെളിപ്പെട്ടിട്ടില്ലേ? ഇന്നലെ അവിടെ അത്ഭുതം വെളിപ്പെട്ടില്ലേ? എഫെസോസ് സഭയ്ക്കകത്ത് അത്ഭുതം വെളിപ്പെട്ടു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ എഫെസോസ് സഭയ്ക്കകത്ത് വലിയ അടയാളങ്ങൾ വെളിപ്പെട്ടില്ലേ? സ്തോത്രം, വെളിപ്പെട്ടതാ. ഹല്ലേലൂയ. അനേകർ കർത്താവിലേക്ക് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കണ്ടതാ. പിന്നെ എന്തുകൊണ്ടാ പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുന്നത് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ എന്ന് പറയുന്നത് കൊണ്ടാണ്? സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ലേഖനം എഴുതുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവരുടെ ഹൃദയദൃഷ്ടിയൊക്കെ മങ്ങിപ്പോയി. ഓ താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ആ ലേഖനം എഴുതുമ്പോൾ ആ പൗലോസ് പ്രവർത്തിച്ചു കഴിഞ്ഞ ചില അല്ലെങ്കിൽ നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷമാണ് ലേഖനം എഴുതുന്നത്. ഞാൻ പറയുന്നത് സ്തോത്രം, ആ ലേഖനം എഴുതുമ്പോൾ അവരുടെ ഹൃദയദൃഷ്ടിയൊക്കെയും മങ്ങിപ്പോയി. അല്ലെങ്കിൽ അനേകർ കർത്താവിൽ നിന്ന് അകന്നുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേകർ കർത്താവിനെ വിട്ടു മടങ്ങിപ്പോയി. ഹല്ലേലൂയ സ്തോത്രം. ദൈവജനത്തിൽ കാണുവാൻ കഴിയുന്നത് കർത്താവിന്റെ ദാസൻ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ, ഹല്ലേലൂയ, ഹൃദയദൃഷ്ടി ഒന്ന് തുറക്കണമേ എന്ന് പൗലോസ് ഹല്ലേലൂയ ലേഖനത്തിൽ പറയുകയാണ്. സ്തോത്രം,
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് കർത്താവിന് സ്തോത്രം ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. ഈ പ്രാരംഭ മീറ്റിംഗിനകത്ത് കർത്താവേ സ്തോത്രം. ഓ ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിന്റെ കണ്ണൊന്ന് തുറക്കേണ്ടതിന്, എൻ്റെ ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറക്കേണ്ടതിന് ഒന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏലീശ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ബാല്യക്കാരനും കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബാല്യക്കാരനും കൂടെയുണ്ട്. ഓ ഹല്ലേലൂയ സ്തോത്രം. അരാമ്യം സൈന്യം തങ്ങളെ വളഞ്ഞു നിൽക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. വലിയ ഒരു സൈന്യം തന്നെ വളർന്നു നിൽക്കുകയാ. ബാല്യക്കാരൻ കാണുന്നത് ആ സൈന്യത്തെയാ കാണുന്നത്. പക്ഷെങ്കിൽ അകത്തളം തുറന്ന ഭക്തൻ, അകത്തളം അല്ലെങ്കിൽ അകക്കണ്ണ് തുറന്ന ഏലീശ കാണുന്നത് അവിടെയുള്ള സ്തോത്രം ഹല്ലേലൂയ ആ ആരാമ്യ പട്ടണത്തെ അല്ല, ആരാമ്യ സൈന്യത്തെ അല്ല കാണുന്നത്. പിന്നെയോ അതിനു പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ദൂതസഞ്ചയത്തിന്റെ കാവൽ അത് ഒരു ഭക്തൻ കാണുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മൾ കാണേണ്ടത് നമ്മുടെ ചുറ്റുപാടുള്ള പ്രശ്നത്തെയല്ല. ഇന്ന് രാത്രി വെളിപ്പാടിന്റെ കണ്ണ്, അകക്കണ്ണ് തുറന്നാൽ നാം കാണുന്നത് സ്തോത്രം സാധാരണ ചുറ്റുപാടുകളെയല്ല നാം കാണുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ചില മഹത്വമുണ്ട്, ദൈവം വെച്ചിരിക്കുന്ന ഒരു അടയാളമുണ്ട്. അത് ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ വെളിപ്പെടും. ആമേൻ. സ്തോത്രം. Hallelujah. Praise the Lord. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് സ്തോത്രം അകക്കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഭൗതിക തലങ്ങളാണ് നമ്മുടെ മുമ്പിൽ പലപ്പോഴും കാണുന്നത്. എന്നാൽ ഈ 2026 പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ ഹല്ലേലൂയ സ്തോത്രം നിന്റെ മഹത്വം ഒന്ന് കാണുവാൻ, നിന്റെ മഹത്വം ഒന്ന് കാണുവാൻ, നിന്റെ മഹത്വം ഒന്ന് ഇറങ്ങുന്നത് കാണുവാൻ ഈ രാത്രി എന്നെ അവിടുന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. Oh, thank you, Jesus. Hallelujah. Oh, Rabba Shatanabal Paudabaragad. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Hallelujah. Praise the Lord. Thank you, Lord. Hallelujah. Praise. യേശുവിനോടൊപ്പം യാത്ര ചെയ്തതാണ് പത്രോസും യാക്കോബും യോഹന്നാനും. അവർ മരുഭൂമിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ praise the Lord. Hallelujah. മറ്റിതര ശിഷ്യന്മാർക്ക് കാണാത്തതൊന്ന് അവർ കണ്ടു. സ്തോത്രം. Hallelujah. Praise the Lord. ഞാൻ വിശ്വസിക്കുന്നു അവിടെ അകക്കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ Hallelujah. സ്തോത്രം കർത്താവ് രൂപാന്തരപ്പെട്ടു നിൽക്കുന്നത് അവർ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. വെണ്മ പോലെ സ്തോത്രം. അവൻ ഉടുത്തിരിക്കുന്നത് വെളുത്ത വെണ്മ പോലെ നിൽക്കുന്നവർ കണ്ടു. രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന കർത്താവിനെ അവർ കണ്ടു. എത്ര വലിയ ഭാഗ്യമാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിനും യാക്കോബിനും യോഹന്നാനും ലഭിച്ചത് ഒരു മുക്കുവരായിരുന്നവർ. ഹല്ലേലൂയ. സ്തോത്രം. കേവലം മനുഷ്യരായിരിക്കുന്നവർ. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പലപ്പോഴും വലയും പടകും എടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പോയവർ. ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെ മുന്നോട്ടും ഒരു സ്തോത്രം ഒരു ദിവസം പോലും ഉപജീവനമാർഗത്തിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവർ അവരെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ, അവരെ കർത്താവ് ഉയർന്ന മുലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവർ കണ്ടത് ഇതുവരെ കണ്ടതൊന്നല്ല, വ്യത്യസ്തപ്പെട്ട ഒന്ന് കാണുവാൻ സ്വർഗം ഉപയോഗിച്ചുവെങ്കിൽ ഇന്ന് രാത്രി കർമ്മേൽ പ്രയർ മിനിസ്ട്രിക്കകത്തുള്ള ചില വ്യക്തികളോട് ആത്മാവിൽ പറയുന്നു. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിച്ചാൽ, ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങിയാൽ ഇതുവരെ കാണാത്തതൊന്ന് നമ്മുടെ മുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ചില വെളിപ്പാടുകൾ ഇതിനകത്ത് ചില കാണാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില വെളിപ്പാടുകൾ സ്വർഗം പകരാൻ പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥന വെറുതെയല്ല ഗ്രേസി ആന്റി, നമ്മുടെ പ്രാർത്ഥന വെറുതെയല്ല മധുജ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു ഹല്ലേലൂയ ചില വെളിപ്പാടിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. അടുത്ത മണിക്കൂറിൽ, അടുത്ത സെക്കൻഡുകളിൽ എന്താ നടക്കാൻ പോകുന്നത് ചില വെളിപ്പാടുകൾ പ്രാർത്ഥന റൂമിനകത്ത് കാണാൻ പോകുന്നതൊക്കെ ഒരു കൃപാവരങ്ങളുടെ മഹത്വം നാം കാണാൻ പോവുകയാണ്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തിയോടെ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പുറമേ ഒന്ന് ഉള്ളതല്ല കാണേണ്ടത്. ഏലീശയെ പോലെ ഹല്ലേലൂയ അതിന് പുറകിലുള്ളത് ഇന്ന് രാത്രി കാണത്തക്കവണ്ണം ആ വെളിപ്പാടിന്റെ കലവറ തുറക്കേണ്ടതിന്
ഒന്ന് പ്രാർത്ഥിപ്പാൻ കഴിയും. ആമേൻ. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. റമാലഗദലഗ ശധാരബദ്ധവടബ. യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ആ തലം ഒന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. കേവലം ഒരു മെസ്സേജ് കേൾക്കുന്നതിനേക്കാൾ ഉപരി ഇന്ന് രാത്രി ഒന്ന് പ്രാപിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. റബ ശധാരബദ്ധവടബ റബൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ ഇരിക്കുന്ന ഇടം വളരെ ഞെരുക്കമാണെന്ന് പ്രവാചകന്മാർ പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അപ്പോൾ അവർ പറയുന്നു ഇതിനൊരു വിശാലത വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് അവർ കോടാലിയും എടുത്തുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, മരം മുറിക്കാൻ വേണ്ടി കടന്നുപോയി. ഒരുത്തൻ കടം മേടിച്ച കോടാലിയ, അവൻ അത് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് തെറിച്ച് അല്ലെങ്കിൽ വെള്ളത്തിനകത്തേക്ക് പോയി. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ വെളിപ്പാടുള്ളവൻ അത് കണ്ടു. സ്തോത്രം. ഏലിശ പറയുക, ഹല്ലേലൂയ, സ്തോത്രം, ഒരു മരം, ഒരു കമ്പ് മുറിച്ച് അതിന്മേൽ ആഞ്ഞെറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പൊങ്ങി വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ആ കോടാലി അല്ലെങ്കിൽ അത് പൊങ്ങി വന്നു, ആ ഇരുമ്പ് കഷ്ണം പൊങ്ങി വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്നു രാത്രി ദൈവാത്മാവിന്റെ കൃപയെ പ്രാപിച്ച ദൈവജനമേ, ആത്മാവിനൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഓ റമ ലബൽ കടക ദൃഗജൽപവിടബ 2026. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ മതി, നാം ചിലർ പ്രാർത്ഥിച്ചാൽ മതി, ആദ്യം പൊങ്ങി വരുന്നത് കാണുവാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. ഓ താങ്ക് യു ലോർഡ്. ചിലത് പൊങ്ങി വരുന്നത് കാണാൻ പോവുകയാണ്. അകത്തളത്തിൽ പോയത്, നഷ്ടപ്പെട്ടു പോയത്. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കൃപ ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യൻ ഒരു കമ്പെടുത്തെറിയുമ്പോൾ അത് പൊങ്ങി വരുന്നത് പോലെ ഈ ദിനങ്ങളിൽ തമ്പുരാൻ അത് ചെയ്യാൻ പോവുകയാണ്. ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് കർത്താവിന് സ്തോത്രം ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. എസ്രാ പ്രാർത്ഥിക്കുന്നത് അവിടെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? ഒന്ന് പ്രകാശിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ യെരൂശലേം ദേവാലയത്തിൻ അല്ലെങ്കിൽ സ്തോത്രം അവർ ഇന്നലകളിൽ ഇട്ടിട്ട് പോയ അല്ലെങ്കിൽ അവരെ അവിടെ അടിമയാക്കി കൊണ്ടുപോയ പട്ടണത്തിലേക്ക് തിരിച്ചു മടങ്ങിക്കൊണ്ടുവന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കോരേശിന്റെ ഹൃദയത്തെ ഉണർത്തി, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ജാതിക രാജാവിന്റെ ഹൃദയത്തെ ഉണർത്തി, ഹല്ലേലൂയ, സ്തോത്രം, അവർക്ക് അനുവാദം കൊടുത്തുകൊണ്ട് ആ രാജാവ് അനുവാദം കൊടുത്തുകൊണ്ട് അവരെ തിരിച്ചു മടക്കിക്കൊണ്ടുവന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. പ്രൈസ്. അങ്ങനെ അത്ഭുതം ചെയ്തിട്ടും അവിടെ കണ്ണുകൾ ഇതുവരെ തുറന്നിട്ടില്ല. തുറന്നിരുന്നുവെങ്കിൽ സ്തോത്രം ഈ 9-ാം അധ്യായത്തിൽ അവർ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യത്തില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴും ആ ഭക്തൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ ഇവരുടെ കണ്ണുകളൊന്ന് തുറക്കണമേ. ജീസസ്. ഹല്ലേലൂയ. വർഷങ്ങൾ പലത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചത്, ഈ വാഹനത്തെക്കാൾ വേഗത്തിലാണ് പ്രൈസ് ദി ലോർഡ് ദിവസങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 140 160 സ്പീഡിലൊക്കെ ഈ പട്ടണത്തിൽ, ഞങ്ങൾ താമസിക്കുന്ന പട്ടണത്തിൽ വാഹനം ഓടിക്കാൻ കഴിയും. എന്നാൽ അതിനേക്കാളും വേഗതയിലാണ് ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2025 എങ്ങനെ പോയെന്ന് നമുക്കറിയത്തില്ല. പ്രൈസ് അത്ര വേഗത്തിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ഇരുന്നാൽ മതിയാകത്തില്ല. ഇങ്ങനെ പോയാൽ മതിയാകത്തില്ല. എൻ്റെ പ്രാർത്ഥന വിഷയങ്ങളും അല്ലെങ്കിൽ എൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥന വിഷയം പ്രാർത്ഥിക്കണമെന്നല്ല, അങ്ങനെ പോയാൽ മതിയാകത്തില്ല. പിന്നെയോ ആത്മാവിന്റെ അകക്കണ്ണ് പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ബുദ്ധിയും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, ആത്മാവിന് പ്രാർത്ഥിപ്പാൻ കഴിയും. ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറക്കേണ്ടതിന്, ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കേണ്ടതിന് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? ആമേൻ. Jesus, hallelujah. Shatanama ragal kadaga drigajal pavudaba. Praise the Lord. Hallelujah. നമ്മൾ സൂം മീറ്റിംഗിൽ കടന്നു വരുന്നുണ്ട്. നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കണം, അങ്ങനെ പറയണം. അല്ലെങ്കിൽ റേസിയാനിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയല്ല, സ്തോത്രം. അതിനേക്കാൾ ഉപരി നാം പ്രാർത്ഥിക്കേണ്ടത് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ആത്മീയ തലത്തിൽ എൻ്റെ കണ്ണുകളൊന്ന് തുറക്കുവാൻ, ആത്മീയ മണ്ഡലത്തിൽ എൻ്റെ കണ്ണുകളൊന്ന് തുറക്കുവാൻ, എൻ്റെ അകക്കണ്ണ് പ്രകാശിപ്പിക്കുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിപ്പാൻ കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വെച്ചിരിക്കുന്ന ചില നന്മകളുണ്ട്. കർത്താവ് വെച്ചിരിക്കുന്ന ചില ആത്മീയ നന്മകൾ എൻ്റെ മുമ്പിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് രാത്രി ശക്തിയോടെ പറയുക, ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയണം. ഏലിശ അല്ലെങ്കിൽ എസ്രാ പ്രാർത്ഥിക്കുന്ന പോലെ, കർത്താവേ, ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ കണ്ണുകളൊന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. 2, സ്തോത്രം, ഞങ്ങളുടെ ദാസ്യ അനുഭവത്തിൽ നിന്ന്
ഓ താങ്ക് യു ലോർഡ്, പ്രൈസ് ലോർഡ്. ഇപ്പോൾ എസ്രയ്ക്ക് മനസ്സിലായി, സ്തോത്രം, ബാബിലോൺ എന്ന അടിമനുഖത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്ന ദാസ്യ അനുഭവമായി. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ്. എന്ന് പറഞ്ഞാൽ എന്താ, പഴയ നിയമ കാലഘട്ടത്തിൽ സ്തോത്രം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്, ഈ അടിമകളെ സ്തോത്രം ചന്തസ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചന്തസ്ഥലത്തേക്ക് നമ്പർ ഇട്ട് കൊണ്ടുവരും. പ്രൈസ്. യജമാനൻ കടന്നു വന്നിട്ട് അത് വില കൊടുത്തുകൊണ്ട് വില പേശി വാങ്ങിക്കൊണ്ട് പോകും അടിമകളെ. പ്രൈസ് ലോർഡ്. പുതിയ നിയമത്തിൽ ഒരു നല്ല ചരിത്രം നമുക്ക് കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ കാണുമ്പോൾ ഫിലോമോന്റെ ലേഖനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഫിലോമോന്റെ ലേഖനത്തിൽ അവിടെ ഹല്ലേലൂയ ഫിലോമോന്റെ വീട്ടിൽ ഒരു അടിമയുണ്ടായിരുന്നു, ഒനോസീമോസ് എന്ന് പറയുന്ന മനുഷ്യൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ മനുഷ്യൻ അവിടെ സ്തോത്രം പാർത്തു വന്നുകൊണ്ടിരിക്കുക, ഫിലോമോന്റെ വീട്ടിലെ അടിമയാ. പക്ഷെങ്കിൽ സ്തോത്രം അവൻ അവിടെ നിന്ന് എന്തോ അപകരിച്ചുകൊണ്ട് താൻ ഓടിപ്പോയപ്പോൾ അദ്ദേഹം റോം നഗരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സൊരു ആശ പൗലോസിനെ ഒന്ന് കാണണമെന്ന്. പൗലോസ് അവിടെ ജയിലറയിലുണ്ടെന്ന് ഒനോസിമിനോസിന് അറിയാമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് ഫിലോമോന്റെ വീട്ടിൽ പലപ്പോഴും വന്നിട്ട് കണ്ടിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അങ്ങനെ റോമൻ ജയിലറയിൽ വെച്ച് പൗലോസിനെ കണ്ടെത്തുക. പൗലോസ് നന്നായി സുവിശേഷം പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ഒനോസിമോസ് മാനസാന്തരപ്പെട്ടു. പ്രൈസ്. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ മനുഷ്യനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ മനുഷ്യനെ അല്ലെങ്കിൽ ഒനോസിമോസിനെ അവിടെ ഉണ്ടെന്ന് അറിയിക്കേണ്ടതിന് ഒരു ലെറ്റർ ഹല്ലേലൂയ പൗലോസ് എഴുതി കൊടുക്കുകയാണ്. ആ ലേഖനമാണ് ഫിലോമോന്റെ ലേഖനം. സ്തോത്രം. ആ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെയാണ്. സ്തോത്രം. ഇന്നലകളിൽ സ്തോത്രം അവൻ നിനക്ക് ഹല്ലേലൂയ പലപ്പോഴും സഹോദരനല്ലായിരുന്നു, എന്നാൽ ഇപ്പോഴും നമുക്ക് സഹോദരനാണ് അവൻ. പ്രൈസ് ലോർഡ്. അവൻ എന്തെങ്കിലും ഏറിയ കടം നിനക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്റെ കണക്കിൽ വെക്കുക. സ്തോത്രം എന്ന് പറഞ്ഞ് പൗലോസ് ഹല്ലേലൂയ ഫിലോമോൻ ലേഖനം എഴുതുകയാണ്. പ്രൈസ് ലോർഡ്. ഇന്നലകളിൽ അവൻ നമുക്ക് സഹോദരനല്ലായിരുന്നു, എന്നാൽ ഇപ്പോഴോ അവൻ നമുക്ക് സഹോദരനായിരിക്കുകയാ. ഓ താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അത്രയും പറയാൻ കാരണം ദാസ്യ അനുഭവം അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്തോത്രം എസ്രാ പറയുക, അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്നത് ഞങ്ങളുടെ ബുദ്ധിയുടെ പ്രമാണമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ കരുണയൊന്നു മാത്രമാ. ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ലോർഡ്. പാപത്തിന്റെ ചേറ്റുകുടിയിൽ കിടന്ന നമ്മളെയും എന്നെയും നമ്മളെയൊക്കെയും വിടുവിച്ചു കൊണ്ടുവന്ന കർത്താവ് തന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമുഖാന്തരമാ. റിഹാരി. അങ്ങനെയാണെങ്കിൽ ഈ ദാസ്യ അനുഭവം മാറ്റി ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ കരുണയൊന്നു മാത്രമാണ്. ആമേൻ. രണ്ടാമത് ഹല്ലേലൂയ, സ്തോത്രം, എസ്രാ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഈ ദാസ്യ അനുഭവത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചത് ഞങ്ങളുടെ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. പുകഴുവാനൊന്നുമില്ല, പ്രശംസിപ്പാനൊന്നുമില്ല, ചാരുവാനൊന്നുമില്ല, ദൈവത്തിന്റെ കരുണയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അവൻ പറയുക, ഹല്ലേലൂയ, കർത്താവ് മാത്രമാണ് ഞങ്ങളുടെ സങ്കേതം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മൂന്നാമതായി ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ എസ്രാ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളൊരു ജീവശക്തി നൽകണമേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇതുവരെയും ശക്തി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, സ്തോത്രം. ഇപ്പോൾ നിൽക്കുന്ന പട്ടണത്തിനകത്ത്, ഇപ്പോൾ നിൽക്കുന്ന യെരുശലേമിനകത്ത് ഒരു പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് വരണമെങ്കിൽ ഒരു പുതിയ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ, ഒരു പുത്തൻ അനുഭവം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് എസ്രാ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലകളിൽ പകരപ്പെട്ട ആത്മാവിന്റെ പകർച്ചയല്ല, ഇന്നലകളിൽ പകരപ്പെട്ട ജീവന ശക്തിയല്ല, ഇപ്പോൾ ഞങ്ങളുടെ മേൽ ഒരു പുത്തൻ ശക്തി ഞങ്ങളുടെ മേൽ നൽകണമേ എന്ന് എസ്രാ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? സ്തോത്രം. 2026 ഒരു പുത്തൻ ശക്തിക്ക് വേണ്ടി, ഒരു പുത്തൻ ദൈവകൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? ആത്മാവിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ പോയതുപോലെയല്ല കർത്താവേ, ഒരു പുത്തൻ ആത്മാവിന്റെ സാന്നിധ്യത്തോടെ പോകുവാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഇവർക്ക് ആ സാന്നിധ്യം, ആ ശക്തി നൽകിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. നമുക്കറിയാം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ യോശുവയും പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഈ സെരുബാബേലും കൂടെ ആലയത്തിന് അടിസ്ഥാനം ഇടുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ 3-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. സ്തോത്രം, പ്രൈസ് ലോർഡ്. പണ്ടത്തെ ഒരു ആലയം ഉണ്ടായിരുന്നു, യെരുശലേമിലുള്ള ആലയം പോയി. സ്തോത്രം. നെബൂഖദ്നേസർ കടന്നു വന്ന് അത് മൊത്തം തകർത്ത് തരിപ്പണമായി. അതിൻ്റെ ആ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി അവരുടെ സ്തോത്രം അവിടെ കൊണ്ടുവച്ചു, ബാബിലോണിൽ കൊണ്ടുപോയി. സ്തോത്രം. എന്നാൽ ഇപ്പോൾ അവർ മടങ്ങി വന്നിരിക്കുകയാണ്. അവരുടെ
അൾട്ടിമേറ്റ് പർപ്പസ് എന്താ? ആലയത്തിന് അടിസ്ഥാനമിടണമെന്നുള്ളതാ. സ്തോത്രം. അവരൊരുമിച്ച് വന്നു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്തോത്രം ആലയത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് തന്നെ ആരാധിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യാഗപീഠം പണിതു. 3-ാം അധ്യായത്തിന്റെ 1-2 വേദഭാഗങ്ങളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും അർപ്പിച്ചു, രാവിലെയും വൈകിട്ടും അർപ്പിപ്പാനിടയെത്തുന്നു. ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള യാഗമാണ് ഹോമയാഗം. സ്തോത്രം. സൗരഭ്യവാസന യാഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാവിലെയും വൈകിട്ടും എപ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ഇടനിലവില്ലാതെ അത് രാവിലെയും വൈകിട്ടും അതിങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ഇപ്പോൾ യെരൂശലേമിലേക്ക് മടങ്ങി വന്ന ഈ ജനം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവർ ആലയത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പായി തന്നെ ഹോമയാഗങ്ങൾ കഴിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കുഞ്ഞാടിനെ ഒരു കുഞ്ഞാടിനെ അല്ലെങ്കിൽ വേറിട്ട് നിർത്തിയിട്ട് സ്തോത്രം ഹല്ലേലൂയ 2 എണ്ണത്തിനെ എടുക്കണം. ഒന്നിനെ സ്തോത്രം അതിനെ രാവിലെ അർപ്പിക്കണം, ഒന്നിനെ വൈകിട്ട് അർപ്പിക്കണം. സ്തോത്രം. അങ്ങനെയാണ് പ്രമാണം എന്ന് പറയുന്നത്. സംഖ്യാപുസ്തകം, പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് സൗരഭ്യവാസനയായുള്ള യാഗം അർപ്പിച്ചുകൊണ്ട് സ്തോത്രം അവർ നിൽക്കുകയാണ്. ഇന്ന് രാത്രി ദൈവസന്നിധി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരു ജീവശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ, സ്തോത്രം, യാഗം കഴിച്ചു, ആരാധന കഴിച്ചു. ഇന്ന് രാത്രി എത്ര പേർ സ്തോത്രം ചെയ്യുന്നുണ്ട്? ഈ രാത്രി ഹല്ലേലൂയ കർത്താവിനൊന്ന് ആരാധന കഴിക്കുവാൻ, ഹല്ലേലൂയ, രാവിലെയും വൈകിട്ടും എന്നല്ല, കർത്താവ് എപ്പോൾ ആഗ്രഹിക്കുമ്പോഴൊക്കെയും യാഗം നടത്തുവാൻ, ആരാധന കഴിപ്പാൻ നമുക്ക് കഴിയണം. താങ്ക് യു ലോർഡ്. അങ്ങനെ യാഗം കഴിച്ച ഭക്തന്മാർ അവർ മുന്നോട്ട് വരുമ്പോൾ കാണുവാൻ കഴിയുന്ന ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ആലയത്തിന് അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുകൊണ്ട് പാടുകയാണ്, യഹോവ നല്ലവനല്ലോ, അവന് എന്നേക്കുമുള്ളതെന്ന് പാടുമ്പോൾ അവിടെ നിൽക്കുന്ന പഴയ ആലയം കണ്ട ചില സ്തോത്രം പിതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അവർ കരയാൻ തുടങ്ങി. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. പഴയ ആലയത്തിന്റെ പ്രൗഢി ഇപ്പോഴുള്ള ആലയത്തിനൊന്നുമില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അവർ കരഞ്ഞത് കണ്ണുനീരിന്റെ എന്താ ഇതിന്റെ കാരണമെന്ന് അറിയാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ബാബിലോണിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോയതാണ്, ഇനിയും ഞങ്ങൾ മടങ്ങി വരുമോ എന്ന് ചിന്തിച്ച് ഞങ്ങൾക്ക് ഒരു ഉത്തരമില്ലായിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളെ മടക്കി കൊണ്ടുവന്നു. എന്നാൽ പുതിയൊരു ആലയത്തിന് അടിസ്ഥാനം ഇടത്തക്കവണ്ണം ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായി തീർന്നത് ഓർത്ത് ഹല്ലേലൂയ, പിതാക്കന്മാരുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നാം എവിടെ നിൽക്കുന്നു, നാം എവിടെ നിന്ന് വന്നിരിക്കുന്നു എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്താൽ, കർത്താവ് നടത്തിയ നന്മകളെ ഓർത്താൽ, കർത്താവ് നമ്മളെ കൊണ്ടുപോയ വിധങ്ങളെ ഓർത്താൽ ഇന്ന് രാത്രി എങ്ങനെ സ്തുതിപ്പാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. കരമുയർത്തിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ കാണുവാൻ കഴിയുന്നത് സ്തോത്രം, എസ്രാ പ്രാർത്ഥിക്കുന്നത് ഒരു ജീവശക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എന്തുകൊണ്ടാ എസ്രാ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. തുടർന്നും പല പ്രതിസന്ധികൾ കടന്നു വരാം എന്ന ചിന്ത എസ്രായുടെ ജീവിതത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നു, ഈ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം തുടങ്ങുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവർ ആലയത്തിന് അടിസ്ഥാനമിട്ട് കാര്യമൊക്കെ ശരിയാ, പക്ഷെങ്കിൽ അവിടെയുള്ള ചില യഹൂദന്മാർ ഒന്നടങ്കം അർത്ഥശിഷ്ട മഹാരാജാവിന് ലെറ്റർ അയച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഈ ആദ്യം ഒരു പണി നടക്കിയത് അവരോടൊപ്പം കൂട്ടുകൂടി നിന്നുകൊണ്ട് ഇവരുടെ പണി മുടക്കാമല്ല ചിന്തിച്ചത്. സ്തോത്രം. രണ്ടാമത് രാജാവിന് ലെറ്റർ കൊടുത്തു, ഇവരുടെ പണി നടക്കുമോ, എന്താ കാര്യം, എന്താ ഇങ്ങനെ വല്ലതും അനുവാദം വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ലെറ്റർ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ ലെറ്ററിന്റെ മറുപടി ഹല്ലേലൂയ അർത്ഥശിഷ്ട മഹാരാജാവ് കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ 16 വർഷം ആ ആലയത്തിന്റെ പണി മുടങ്ങിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. സക്രിയാവിനെയും ഹഗ്ഗയെയും ദൈവം എഴുന്നേൽപ്പിച്ചു, അവരോട് പ്രവചിച്ചു. സ്തോത്രം. പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും അവർ ആലയത്തിന്റെ പണി നടത്തുവാൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാര്യാവേശിന്റെ കാലഘട്ടം കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ പിന്നെയും ഇവർ ലെറ്റർ എഴുതുവാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബാബിലോണിയ പുസ്തകത്തിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, ദിനവൃത്താന്തം അല്ലെങ്കിൽ പുസ്തകത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദാര്യാവേശ രാത്രിയിൽ നിന്നുകൊണ്ട് താള് മറിച്ചു നോക്കിയപ്പോൾ എവിടെ കാണാൻ കഴിയുന്നു? ഹല്ലേലൂയ. കോരേശ് അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്താ അനുവാദം? സ്തോത്രം. ആലയത്തിന്റെ പണി നടക്കുവാനുള്ള സകല ഹല്ലേലൂയ ചെലവുകളും രാജകൊട്ടാരത്തിൽ തന്നെ കൊടുക്കണമെന്നുള്ള അനുവാദം.
സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അങ്ങനെ ബലപ്പെടുത്തി കൊണ്ടുവന്ന ഭക്തന്മാരാണ് ഇപ്പോൾ ശക്തി ചോർന്നു നിൽക്കുന്നവരായി നിൽക്കുന്നത്. സ്തോത്രം. അതിന് നടുവിൽ നിന്നുകൊണ്ട് ഭക്തൻ പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾക്കൊരു ജീവന ശക്തി നൽകണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേര് സ്തോത്രം ചെയ്യുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഓ താങ്ക് യു ലോർഡ്. നമ്മുടെ വഴിയാത്രയിൽ നാം കടന്നു പോകുകയാണ്. നമ്മുടെ ശക്തി ചോർന്നു പോകാം, നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകാം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ പല പ്രശ്നഘട്ടങ്ങളിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, രോഗങ്ങളിലൂടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശക്തി ചോർന്നു പോകാം. ഹല്ലേലൂയ സ്തോത്രം. ഓ എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ഇന്നലകളിൽ നമുക്ക് തന്ന ശക്തിയെ ഒന്നോർത്തുകൊണ്ട്, ഇന്നലകളിൽ നമ്മളെ പകരപ്പെട്ട അഭിഷേകത്തെ ഒന്നോർത്തുകൊണ്ട് ഒന്ന് പ്രൈസ് ദി ലോർഡ്, ഒന്ന് ഉണരാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവം നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2025 സ്തോത്രം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ അങ്ങ് പോയി കർത്താവേ. കർത്താവ് അങ്ങ് നടത്തി, ദൈവം കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ പറയും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ 2026 വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും നമ്മളിന്മേൽ പകരപ്പെട്ട അഭിഷേകത്തിന് ചോർച്ചയുണ്ടാകരുത്. നമ്മളിന്മേൽ പകരപ്പെട്ട അഭിഷേകത്തിന് ചോർച്ചയുണ്ടാകരുത്. ഹല്ലേലൂയ സ്തോത്രം. ദിനംതോറും ഒരു വർധനവുണ്ടാകണം. ദിനംതോറും ഒരു വർധനവുണ്ടാകണം. അഭിഷേകത്തിന് വർധനവ് നമ്മുടെ മേൽ വെളിപ്പെടുവാൻ കഴിയണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ ഞങ്ങൾക്ക് എഴുന്നേറ്റതാ. അപ്പോഴും അല്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം, ഞങ്ങളുടെ ധൈര്യം ക്ഷയിക്കുമാറ് ഞങ്ങൾക്കെതിരെ വളരെ ശക്തമായി പോരാടുവാൻ അവർ ഇടയായി തീർന്നു. സ്തോത്രം. എങ്കിലും കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ക്ഷയിച്ചു പോയില്ല, ധൈര്യം ചോർന്നു പോയില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ഹല്ലേലൂയ, മുന്നോട്ടുള്ള മാസങ്ങളിൽ പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം, പ്രശ്നങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ശക്തി ചോർന്നു പോകരുത്, നമ്മുടെ അഭിഷേകം ചോർന്നു പോകരുത്. ഉണർവോട് ശക്തിയോട് എഴുന്നേൽപ്പാൻ നമുക്ക് കഴിയണം. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ശക്തി ചോർന്നു പോയി കഴിഞ്ഞാൽ സ്തോത്രം പലതിനെ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ശക്തി ചോർന്നു പോയി കഴിഞ്ഞാൽ പലതിനെ നമുക്ക് നേരിടുവാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, പിന്നെയും ഭക്തൻ ഈ ജനത്തിന് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അവരുടെ മേലൊരു ജീവശക്തി നൽകണമേ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേര് സ്തോത്രം ചെയ്യുന്നുണ്ട്? ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഒന്ന്, കർത്താവേ അവരുടെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് ഭക്തൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ട്, ദാസ്യ അനുഭവത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന പിന്നെയും ഞങ്ങൾ ഈ ദാസ്യ അനുഭവത്തിലേക്ക്, പാപത്തിന്റെ അനുഭവത്തിലേക്ക് ഈ ജനം പോയി കഴിഞ്ഞിരിക്കുക. ആ അനുഭവത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു വിടുതൽ നൽകണമെന്ന് ഭക്തൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്, അവിടെ മേലൊരു ശക്തി പകരണമെന്ന് ഭക്തൻ പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്താട്ട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. യഹൂദന്മാർ പലരും ഞങ്ങൾക്ക് നേരെ എഴുന്നേറ്റു. ആലയത്തിന് അടിസ്ഥാനമിട്ട് പക്ഷെ പണിയാൻ കഴിയാതെ വണ്ണം ഞങ്ങളുടെ ശക്തി ചോർന്നുമാറ്, ക്ഷയിക്കുമാറ് പല പ്രവർത്തനങ്ങൾ അവർ കൊണ്ടുവന്നു. അതിന് നടുവിൽ നിന്നുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പണിതു കൊണ്ടുവന്നു, ഞങ്ങൾ ആലയത്തിന്റെ പണി പൂർത്തീകരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. പലതും അടിസ്ഥാനമിട്ടു. അല്ലെങ്കിൽ പക്ഷെങ്കിൽ പിന്നെയും അല്ലെങ്കിൽ ഞങ്ങൾ പ്രമാണത്തിൽ നിൽക്കാതെ മാറിപ്പോയ നിമിത്തമായി ഇപ്പോഴും ഞങ്ങളുടെ നടുവിൽ വന്നുകൊണ്ട് ഒരു ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ മേൽ ഒരു ജീവശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും സ്തോത്രം പ്രൈസ് ദി ലോർഡ് ജീവിതത്തിനകത്ത് ശക്തി ചോർന്നു പോകുന്ന അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരുന്ന രാത്രിയായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ മടങ്ങി വരുന്ന രാത്രിയായി മാറട്ടെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കാര്യം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലെ ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പദം വളരെ ശ്രദ്ധേയമായ പദമാണ്. ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ അല്ലേ സ്തോത്രം. പ്രൈസ് ലോർഡ്. അല്ലേ രക്ഷിച്ചു കൊണ്ടുവന്നതാ. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. എസ്രാ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. ഓ താങ്ക് യു ലോർഡ്. അല്ലേ അവർ അല്ലേ ബാബിലോണിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകാമായിരുന്നു, തകർന്നപ്പെട്ടു പോകാമായിരുന്നു. സ്തോത്രം. അജാതിക രാജാക്കന്മാരുടെ കീഴിൽ അവർ തകർന്നു പോകാമായിരുന്നു. സ്തോത്രം. എങ്കിലും ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായതുകൊണ്ട് മാത്രമാണ് ഒരു മടങ്ങി വരവ് സാധ്യമായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാബിലോണിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇരമ്യാവിനെ ദൈവം എഴുന്നേൽപ്പിച്ച് അവരെ ബലപ്പെടുത്തുവാൻ എത്തുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിലൂടെ മുമ്പേ ഒരു പ്രവചനം അവർക്ക് കൊടുത്തിരുന്നു. അങ്ങനെയാണ് കോരേശ് ഉണ്ടായതും കോരേശ് അവർക്ക് അനുകൂലമായി തീർന്നതുമൊക്കെയും. സ്തോത്രം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതിയാണ് ഒരു കൂട്ടം, ഒരു ശേഷിപ്പിനെ മടക്കിക്കൊണ്ടുവന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്നു രാത്രി ദൈവാത്മാവിന്റെ കൃപ ഏറ്റെടുക്കുന്ന ദൈവമക്കളോട് ആത്മാർത്ഥതയോടെ ശക്തിയോടെ ഞാൻ പറയട്ടെ, നമ്മളിനകത്തൊരു ശേഷിപ്പിനെ സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഓ താങ്ക് യു ലോർഡ്. 2026 ഹല്ലേലൂയ കൃപ പ്രാപിച്ചുകൊണ്ട് ആത്മീയ മണ്ഡലങ്ങളിൽ സ്തോത്രം ശുശ്രൂഷിക്കുമാർ, ഹല്ലേലൂയ ദൈവകൃപയുടെ മഹത്വം വെളിപ്പെടുമാർ ഒരു ശേഷിപ്പിന് സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ അക്കരമുയർത്തിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്താണ്. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഓ മന്ദീഭവിക്കുവാൻ പോകാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മന്ന അനുഭവത്തിലേക്ക് പോകാതെ ഇന്ന് രാത്രി ആത്മാവിന്റെ നിയോഗം ഏറ്റെടുത്തുകൊണ്ടെന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? ഒരു ശേഷിപ്പിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. ഓ താങ്ക് യു ലോർഡ്. കൃപാവരങ്ങളുള്ള ശേഷിപ്പ്. ഓ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന്മാരെ ജയിക്കുന്ന ഒരു ശേഷിപ്പ്. ഹല്ലേലൂയ സ്തോത്രം. നടക്കത്തില്ലെന്ന് പറയുന്ന ഇടത്ത് ദൈവത്തിന്റെ ആലയത്തിന്റെ പണി പൂർത്തീകരിക്കുന്ന ഒരു ശേഷിപ്പ്. ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് പറയുന്ന ഇടത്ത് ഹല്ലേലൂയ അത് ആലയത്തിന്റെ മതിൽ പണിയുന്ന ഒരു ശേഷിപ്പ് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ജീസസ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞങ്ങൾ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, ഞങ്ങളുടെ രാജ്യത്ത് പോകുവാൻ ഒരു സ്വപ്നം ഞങ്ങൾക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇനി എന്നവിടെ മടങ്ങിപ്പോകും, എന്നവിടെ ചെന്ന് ചേരുമെന്നുള്ള ചിന്ത ഞങ്ങളെ വല്ലാതെ ആകുലപ്പെടുത്തി. എന്നാൽ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഒരു ഭക്തൻ തൻ്റെ ഇടത്തോടു കൂടെ വിളിച്ചു പറയുക, ഞങ്ങൾ ഒരു ശേഷിപ്പിനെ രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുകയോ. ഓ ഹല്ലേലൂയ. ആ ശേഷിപ്പ് എഴുന്നേൽക്കാൻ പോകുകയാണ്. ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്താട്ട്. യേശുവിന്റെ നാമത്തിൽ യഹൂദന്മാർ വിരോധമായി നിൽക്കുമ്പോൾ, പുരോഹിതന്മാർ വിരോധമായി നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഓ ഹല്ലേലൂയ. പ്രൈസ് യോശുവയേ. ഹല്ലേലൂയ സ്തോത്രം. സെരുബ്ബാബേലേ, നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ ഭയപ്പെട്ടു പോകണ്ട, നിങ്ങൾ അടിസ്ഥാനം ഇടുക തന്നെ ചെയ്യുക. ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒന്നാമത്തെ കൂട്ടർ കടന്നു വന്നപ്പോൾ അവരുടെ പ്രൈസ് ദി ലോർഡ് യഹൂദന്മാർ ഒന്നടങ്കം എതിർത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ശക്തിയും ചോർന്നു പോയി. അവരുടെ ശക്തിയും ചോർന്നു പോയി കഴിഞ്ഞപ്പോൾ അവരും ഒരു പിന്മാറ്റ അനുഭവത്തിലേക്ക് മാറിപ്പോയി. സ്തോത്രം. ഗൈ പ്രവചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവർ അവരുടെ കാര്യങ്ങൾ നോക്കിയെന്ന വായിക്കുന്നത്. സ്തോത്രം. പ്രീസ് തട്ടിട്ട വീടുകളിൽ പാർത്തു അവർ. സ്തോത്രം. ഈ 16 വർഷം അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഹഗായി പ്രവാചകൻ എഴുന്നേറ്റ് പറഞ്ഞത്, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ ദൈവം ഊതിക്കളയുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ ദൈവം ഊതിക്കളയും. അതുകൊണ്ട് ആലയത്തിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറയുന്നത്. ഓ ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ സെരുബ്ബാബേലും യോശുവയുടെ ഹൃദയത്തെ തമ്പുരാൻ ഉണർത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഉണർത്തിക്കൊണ്ടുവന്നപ്പോൾ പിന്നെയും അവർ പണി തുടങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ചില നിയോഗങ്ങൾക്ക് വേണ്ടി, ചില പണിക്ക് വേണ്ടി ദൈവം ചില ഒരു ശേഷിപ്പിനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ആമേൻ. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്താട്ട്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, കൃപാവരങ്ങളുള്ള ആത്മാ സാന്നിധ്യം ഏറ്റെടുത്തുകൊണ്ട് നെഹമ്യാവിനെ പോലെ എഴുന്നേൽക്കുന്ന, സെരുബ്ബാബേലിനെ പോലെ എഴുന്നേൽക്കുന്ന, യോശുവയെ പോലെ എഴുന്നേൽക്കുന്ന, ഹല്ലേലൂയ, എസ്തറെ പോലെ എഴുന്നേൽക്കുന്ന ഒരു കൂട്ടം, ഒരു ശേഷിപ്പിനെ സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. വചനം പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അന്തർ സർക്കിൾ എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. സ്തോത്രം. പ്രൈസ് സർക്കിളുണ്ട്, അന്തർ സർക്കിളുണ്ട്, അതിനേക്കാളും ഏറ്റവും അടുത്ത ആൾക്കാരുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരാണ് മുമ്പേ കണ്ടത്, ഞാൻ പറഞ്ഞത് മഹത്വം കണ്ടവരെ. സ്തോത്രം. ഹല്ലേലൂയ. ഓ താങ്ക് യു ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരൊന്ന് സ്തോത്രം ചെയ്താട്ട്. കർത്താവേ സ്തോത്രം. ഈ ദിവസങ്ങളിൽ
കൂടുതൽ അങ്ങനെ ഒരു ഗണത്തിൽപ്പെടുവാൻ, അങ്ങനെ ഒരു ഗണത്തിൽപ്പെടുവാൻ എന്നെ അവിടുന്ന് ഉപയോഗിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വെളിപ്പെടുമാറ് ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുന്നത് കാണുവാൻ ഒരു ശേഷിപ്പ് ഇന്ന് രാത്രി സ്വർഗ്ഗം എഴുന്നേൽപ്പിക്കാൻ പോയ ജീസസ്. ഹല്ലേലൂയ. എൻ്റെ വിളി നിസ്സാര വിളിയല്ല, എൻ്റെ മേലുള്ള ദൈവിക കോളിംഗ് നിസ്സാര കോളിംഗ് അല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയുന്നു, ഹല്ലേലൂയ, നിന്റെ മേലെ നിയോഗമുണ്ട്, ഒരു വെളിപ്പാടുണ്ട്, ഒരു ദർശനമുണ്ട്. ഹല്ലേലൂയ. അതിദിലാസങ്ങളിൽ ഈ ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുകയാണ്. ഒരു ശേഷിപ്പ്, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ശേഷിപ്പ് സ്വർഗ്ഗം ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ പോയോ ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. റിഗാമ ശതറബൽ പൗഡബാരഗദൽ യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തിയോടെ ഇടപെടുകയാണ്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു പാർപ്പിടം നൽകണം. പ്രൈസ് ദി ലോർഡ്. തരുവാൻ തക്കവണ്ണം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ എസ്രാ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് നന്ദി കരച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പാർപ്പിടം ഞങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുകയാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങളുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. മടങ്ങി വന്ന് ഞങ്ങളുടെ ദേശത്തായിരിക്കാൻ ദൈവത്തിൻ്റെ കൃപ തോന്നി, ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഭക്തന്റെ ആഗ്രഹത്തെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് നാം ചിന്തിച്ചത് നമ്മുടെ ഹല്ലേലൂയ കർത്താവ് ഇവിടെ കണ്ണുകളൊന്ന് പ്രകാശിപ്പിക്കണമേ, ദാസി അനുഭവത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ജീവശക്തിയുടെ മേൽ പകരണമേ, ഒരു ശേഷിപ്പിനെ സ്വർഗം വേർതിരിക്കണമേ, രക്ഷിച്ച് കൊണ്ടുവന്നിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാലാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവേ, ഞങ്ങൾക്കൊരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതോർത്ത് ദൈവത്തിന് സ്തോത്രം എന്ന് പറയുകയാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. റിഗാമ ശതറബൽ പൗഡബാരഗദൽ. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യാശയുള്ള അനുഭവമുള്ള ഒരു ഭക്തന്റെ പ്രാർത്ഥനയാ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് എസ്രാ ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ കാരണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ന്യായപ്രമാണം അകത്തളത്തിലുള്ള മനുഷ്യനാ, അത് പ്രമാണിക്കുന്നവനാണ്, ഇടത്തോട്ട് വലത്തോട്ട് തിരിയുന്നവനല്ല. പിന്നെയോ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാര്യാവേശ് രാജാവ് ചോദിക്കുന്നുണ്ട്, നീ പുറപ്പെട്ടു പോകുമ്പോൾ ഏതാണ്ട് സ്തോത്രം 100 കിലോ സ്വർണം അല്ലെങ്കിൽ നിന്റെ കരത്തിൽ ണ്ട്, വെള്ളിയുണ്ട്. സ്തോത്രം. ആലയത്തിന്റെ പണിക്ക് സകലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നീ പോകുമ്പോൾ നിനക്ക് കാവൽഭടന്മാരെ തരാമെന്ന് ദാര്യാവേശ് പറയുമ്പോൾ, ഇല്ല, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ദൈവത്തിന്റെ കര ഞങ്ങൾക്ക് അനുകൂലമാ. ആ പദം ഏതാണ്ട് 7 പ്രാവശ്യത്തോളം ഈ 7 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഉറപ്പാ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിന്ന ഭക്തന് വേണ്ടി സ്വർഗത്തിന്റെ കരം അനുകൂലമായതുപോലെ ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ. സ്തോത്രം. 2026 ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി മാറാൻ പോകുക. വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അഹവ ആറ്റിങ്കൽ ഉപവാസം പ്രസിദ്ധീകരിക്കുമ്പോൾ എന്തുകൊണ്ടാ പ്രൈസ് ദി ലോർഡ് എസ്രാ ഉപവാസം പ്രസിദ്ധീകരിക്കുന്നത്? തൻ്റെ ഭൗതിക നേട്ടത്തിനാണോ? അല്ല. പിന്നെയോ ഹല്ലേലൂയ. സ്തോത്രം. യെരൂശലേമിലേക്കുള്ള യാത്രയിൽ ദൈവം നമ്മളോട് കൂടെ ഇരിക്കണമെന്ന്, ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി തീരേണ്ടതിന് ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, അവർ യെരൂശലേമിൽ എത്തി എന്ന് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. താങ്ക് യു ലോർഡ്. ഒരു ഭക്തന്റെ പ്രത്യാശ അപ്രകാരമാണെങ്കിൽ ഹല്ലേലൂയ. സ്തോത്രം. താൻ ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യന്റെ ഹൃദയം ഹല്ലേലൂയ ജനം അല്ലാതെ പോകുമ്പോൾ മനസ്സ് വേദനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവേ ഹല്ലേലൂയ ഇവരുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. Jesus. Hallelujah. Praise the Lord. Thank you, Lord. എല്ലാ പിതാക്കന്മാർ മുതൽ ഞങ്ങൾ നിങ്ങളോട് പാപം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാർ മുതൽ ഞങ്ങൾ നിന്നോട് നിന്റെ പ്രമാണം വിട്ടുമാറിയിട്ടുണ്ട്. ഞങ്ങളോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ നെടുമ്പാടും വീണ് ദൈവത്തോട് കരയുന്ന ഒരു ഭക്തനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ആ ഭക്തൻ എഴുതുന്നതിനോട് പ്രാർത്ഥിക്കുകയാണ്, ഇവരുടെ കണ്ണുകളൊന്ന് പ്രകാശിപ്പിക്കണം. ദാസ്യസ്ഥിതിയിൽ നിന്ന് ഇവർക്കൊരു മാറ്റം വരുത്തണം. ഒരു ജീവശക്തി ഇവരുടെ മേൽ പകരണം. ഹല്ലേലൂയ. ഒരു ശേഷിപ്പിനെ സ്വർഗം മാറ്റണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപ ഇവരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ.
ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. എസ്രയ്ക്ക് അനുകൂലമായ ദൈവത്തിൻ്റെ കരം ഈ 2026 നമുക്ക് അനുകൂലമായി തീരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്, ഹല്ലേലൂയ. ഓ ശതാനമൽ കടക ദൃഗജൽ പൗഡബാണ്ടബൽ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഭക്തന്റെ പ്രാർത്ഥന പോലെ ദിനങ്ങളിൽ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി തീരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ പരിസ്ഥിതികളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആത്മാഭിഷേകമുള്ള പ്രിയപ്പെട്ടവർ അഭിഷേകത്തോടുകൂടി അന്യഭാഷയോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭക്തൻ അനുകൂലമായ ദൈവത്തിൻ്റെ കരം ഇത് നിങ്ങൾ എനിക്ക് അനുകൂലമായി മാറണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഓ തൻ്റെ യാത്രയിൽ ഉടനീളം ദൈവത്തിൻ്റെ കരം അനുകൂലമായി നിന്നതുപോലെ ഇന്ന് രാത്രി കർത്താവേ ഞങ്ങൾക്ക് അനുകൂലമായി മാറണമേ. ഓ താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം അനുകൂലമായി മാറണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജീസസ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ 2026 നമ്മുടെ കണ്ണുകളൊന്ന് പ്രകാശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ താങ്ക് യു ലോർഡ്. ഇപ്പോഴും ഞാൻ ദാസ്യ അനുഭവത്തിലാണ്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുവരെയും എനിക്കൊരു വിടുതൽ പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആ മനോഭാവങ്ങളെയൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് പ്രൈസ് ദി ജീവശക്തിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരമാണ് നമുക്ക് അനുകൂലമായി വെളിപ്പെടുന്നത്. സ്തോത്രം. ഓ കൃപാവരങ്ങളോടുകൂടെ ഒരു ശേഷിപ്പിനെ സ്വർഗം വേർതിരിക്കണമെന്ന് എസ്രാ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ കർമ്മേൽ പ്രയർ മിനിസ്ട്രിക്കകത്ത് ഒരു കൂട്ടം ജനത്തെ വേർതിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മിനിസ്ട്രിക്ക് വേണ്ടി സ്വർഗം വേർതിരിക്കണം. കൃപാവരങ്ങളുള്ളവരെ വേർതിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നമ്മുടെ മിനിസ്ട്രിക്കകത്ത് വെളിപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ അല്ലെങ്കിൽ ചുറ്റുപാടുകളെ മാറ്റുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ഓ ഞങ്ങൾക്കൊരു പാർപ്പിടം തന്ന ദൈവമാ, ഹല്ലേലൂയ. എസ്രാ പ്രാർത്ഥിക്കുന്നത് സ്തോത്രം. ഓ അല്ലെ ഞങ്ങൾക്കൊരു പാർപ്പിടം തന്നത് ദൈവത്തിൻ്റെ കൃപയോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഏതെങ്കിലും വിഷയത്തിന് നടുവിൽ ഓ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കാതെ ഇന്ന് രാത്രി ആ കൃപയ്ക്ക് വേണ്ടി ഒന്ന് കരയുവാൻ കഴിയുമോ? സ്തോത്രം. ഓ ആ കൃപ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തും. ഓ ആ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നടത്തട്ടെ. ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കൊക്കെ വിരാമിടുകയാണ്. ഒരു വിഷയം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കർമ്മേൽ പ്രയർ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഗ്രേസിയാനിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സുഖം അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയ്ക്കുള്ള ഞങ്ങൾ ഓരോരുത്തരെയും പുതിയ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ കൃപയോട് കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നെ ഇപ്രകാരം ക്ഷണിച്ച പ്രിയ ഗ്രേസിയാനിയോടും ഈ പ്രയർ മിനിസ്ട്രിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടുള്ള പ്രത്യേകം നന്ദിയും സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വിടുന്ന കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം നമ്മൾക്ക് ദൈവവചനം നമ്മൾക്ക് ഇവിടെ വിളമ്പി തന്ന പാസ്റ്ററെ കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ആർക്കെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടോ? പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യേ. സൈച്ച ക്ലോസ് ചെയ്തതിന് ശേഷം പ്രയർ റിക്വസ്റ്റ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ നന്ദി അപ്പാ. ഹല്ലേലൂയ. നല്ല ദിവസത്തിനായി കർത്താവേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. 2026 കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ ഈ ആദ്യ ഞായറാഴ്ച കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം കർത്താവേ. അവിടുത്തെ നാമത്തിൽ ഞങ്ങൾക്ക് ഈ കർത്താവേ കർമ്മേൽ, ഹല്ലേലൂയ, കർത്താവേ കൂടി വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഹല്ലേലൂയ, വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ നന്ദി കർത്താവേ, ഹല്ലേലൂയ. ദൈവദാസങ്ങൾക്ക് കേട്ട കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. ദൂതുകൾക്കായിട്ട് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. എസ്രയെ മടക്കിയിരുത്തിയ എസ്ര വന്നതിന് ശേഷം ഒരു ദേവാലയ പുനരുദ്ധീകരണം കർത്താവേ, ഹല്ലേലൂയ. ദേവാലയത്തിലെ ആരാധനയും അനുഷ്ഠാനങ്ങളും ഒക്കെ പുനഃസ്ഥാപിക്കാനും കർത്താവേ, ഹല്ലേലൂയ. ജനങ്ങളെ കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. നിയമങ്ങൾ പഠിപ്പിക്കാൻ അതനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുവാനായിട്ട് വന്നത്. ഹല്ലേലൂയ. ഒരു ആത്മീയ നവീകരണം കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ അവിടെ ഉണ്ടാക്കുവാനൊക്കെ കർത്താവേ, ഹല്ലേലൂയ.
ദൈവമേ ഇസ്രായേൽ കൂടെ കർത്താവ് ഹാലേലുയ ദൈവമേ ചെയ്തല്ലോ കർത്താവെ. ആ ജനത്തെ കർത്താവെ ഹാലേലുയ ആത്മീയ നവീകരണം ഉണ്ടാക്കുവാന് കർത്താവെ ഹാലേലുയ ദൈവത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ശിക്ഷ നൽകുന്നതിനായി ന്യായാധിപന്മാരെ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ കർത്താവെ നിയമിക്കാനുള്ള അവകാശം എല്ലാം നേടിയെടുത്ത് കർത്താവെ ഹാലേലുയ ഒരു അടിത്തറ കർത്താവെ ഉണ്ടാക്കുവാൻ കർത്താവ് ബലപ്പെടുത്തിയതിനായിട്ട് നന്ദി കർത്താവെ ഹാലേലുയ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ ഇന്ന് ഞങ്ങളിൽ കിടക്കുന്ന കർത്താവെ ഹാലേലുയ ദൈവമേ തകർന്നു കിടക്കുന്ന കർത്താവെ ഹാലേലുയ അവസ്ഥയിൽ നിന്ന് ഹാലേലുയ ഈ 2026 ഞങ്ങളെ കർത്താവെ ഒന്ന് പുനരുദ്ധരിക്കണമേ. പരിശുദ്ധാത്മാവ് കർത്താവെ ഹാലേലുയ ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ കർത്താവെ. കർത്താവിനോട് ഹാലേലുയ ദൈവമേ സ്തോത്രം വിശ്വസ്തയോടെ ആയിരിക്കാന് കർത്താവെ ആഗ്രതയോടെ ആയിരിക്കാന് ഹാലേലുയ ദൈവമേ സ്തോത്രം കർത്താവെ. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ ബലപ്പെടുത്തണം ഹാലേലുയ. തന്ന ഹാലേലുയ ആയുസിനായ ആരോഗ്യത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. 2025 കണ്ട കർത്താവെ ഹാലേലുയ അനേകർ കർത്താവെ ഈ 2026 കർത്താവെ ഈ സൺഡേ കാണാതെ മാറ്റപ്പെട്ടപ്പോഴ് സ്വർഗമേ ഞങ്ങൾക്ക് ഒരവസരം കൂടെ തന്നല്ലോ അപ്പനോട് പ്രാർത്ഥിക്കുവാന് അപ്പന്റെ സന്നിധിയിൽ ഇരിപ്പാനൊക്കെ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. കേട്ട ദൂതുകള് കർത്താവെ ഹാലേലുയ ഞങ്ങളെയൊക്കെ ബലപ്പെടുത്തിയതിനായിട്ട് കർത്താവെ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഹാലേലുയ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഹാലേലുയ, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയവിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവം കർത്താവെ ഹാലേലുയ. അനേകരെ നേടുവാൻ കർത്താവെ അടിയങ്ങളെ ഉപയോഗിക്കണമേ ദൈവമേ ഹാലേലുയ. ദൈവമേ സ്തോത്രം. കർത്താവിന്റെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുവാനും ഞങ്ങൾ ഒരുക്കപ്പെടുവാനും കർത്താവെ കേൾക്കുന്ന ദൂതുകള് ഞങ്ങൾക്ക് കർത്താവെ ഹാലേലുയ പ്രയോജനകരമായി ായിട്ട് നന്ദി. ദേവദാസനായി പ്രാർത്ഥിക്കുന്നു, ദേവദാസനെ അനുഗ്രഹിക്കണം ഹാലേലുയ. കുടുംബത്തെ അനുഗ്രഹിക്കണം, പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണേ ഹാലേലുയ. സഭയായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സ്വർഗമേ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇന്ന് വന്ന ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിലെ കർത്താവെ സമർപ്പിക്കുന്നപ്പാ. ആരേത് വിഷയമായിട്ട് കർത്താവെ ഭാരപ്പെടുന്നുവോ സ്വർഗം കർത്താവെ ഹാലേലുയ ഇന്നവരെ പ്രത്യാശയോടെ അപ്പന്റെ സന്നിധിയിൽ വന്നത് കർത്താവെ ഹാലേലുയ. അവരെ കർത്താവെ ഹാലേലുയ ദൈവമേ സ്തോത്രം സ്തോത്രം ബലപ്പെടുത്തുന്ന വചനത്തിനായിട്ടാണ് വന്നത് കർത്താവെ ഹാലേലുയ. ദൈവമേ ജനത്തെ ബലപ്പെടുത്തിയതിനായിട്ട് നന്ദി കർത്താവെ. അടിയങ്ങളെ ബലപ്പെടുത്തിയതിനായിട്ട് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ ഹാലേലുയ ഈ കർമ്മേൽ മീറ്റിങ്ങിനെ കർത്താവെ അനുഗ്രഹിക്കണം കർത്താവെ. കർത്താവെ ഹാലേലുയ ലീഡർഷിപ്പ് കേൾക്കുന്ന കർത്താവെ സിസ്റ്ററായി പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സഭയായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ അനുഗ്രഹിക്കണം, തലമുറകളെയൊക്കെ അനുഗ്രഹിക്കണം ജോലിയിൽ അനുഗ്രഹിക്കണമേ കർത്താവെ. ദീർഘായുസ്സും ആരോഗ്യം എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കണമേ. രോഗികളായിട്ട് കർത്താവെ ഹാലേലുയ ഞങ്ങളുടെ ഈ മീറ്റിംഗിൽ കർത്താവെ ആയിരിക്കുന്നവരെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ സ്വർഗമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവമേ കർത്താവെ ഹാലേലുയ. അവരേത് വിഷയമായിട്ടാണോ ഭാരത്തിലായിരിക്കുന്നത് സ്വർഗം കർത്താവ് ഇന്നൊരു മറുപടി നൽകുന്നതിനായിട്ട് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ ഹാലേലുയ. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദിയപ്പ കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയപ്പ. സകലതും ഞങ്ങളുടെ അരുമരക്ഷകനായ യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പാത്രത്തോടെ കേൾക്കണമേ. ആമേ. ആശീർവാദം പറയും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും തമ്പുരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കർത്താവ് ഇന്ന് ഈ മീറ്റിംഗിൽ വന്ന ഓരോരുത്തരോടും കർത്താവ് അവരുടെ കുടുംബങ്ങളോടും കർത്താവ് വചനം ഘോഷിച്ച ദൈവദാസനോടും കർത്താവ് ഒരിക്കലെങ്കിലും കർത്താവെ ഹാലേലുയ ഈ മീറ്റിംഗിൽ വന്ന ഹാലേലുയ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി വചനം ഘോഷിച്ച കർത്താവെ ഹാലേലുയ കർത്താവെ ഹാലേലുയ ദൈവദാസന്മാർക്കും ദൈവദാസർക്കും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ഇസ്രായേൽ ദേശത്തെ അനുഗ്രഹിക്കണമേ ദൈവമേ. ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ കർത്താവെ ആ ദേശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ അതിനും അനുഗ്രഹിക്കണമേ. അവിടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് കർത്താവെ ഹാലേലുയ നന്ദി പറയുന്നപ്പ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ചെയ്യുന്ന ദൈവത്തിന് നമുക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ വരയണമേ. ആമീൻ.